Debate with Dr. Arun Kumar. വിവാദങ്ങളും രാഷ്ട്രീയ ചാഞ്ചാട്ടങ്ങളും ടിസ്റ്റുകളും അടങ്ങുന്ന പരമ്പരയായിരുന്നു പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം. പ്രഖ്യാപനം മുതൽ കൊട്ടിക്കലാശം വരെ തെരുവിൽ പ്രകടമായിരുന്നു ഈ ആവേശം. ശക്തിപ്രകടനമായി മുന്നണികളുടെ കുട്ടിക്കലാശം മാറി. കുട്ടിക്കലാശത്തിന്റെ അവസാന ഘട്ടത്തിലും തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് സ്ഥാനാർത്ഥികൾ. വലിയ സന്തോഷം, വലിയ ആവേശമാണ്. ഉറപ്പായിട്ടും ആധികാരികമായ വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ പാലക്കാട് ഐക്യജനാധിപത്യം ജയിക്കും. 180 ബൂത്തുകളിലും നമ്മളൊന്ന്, അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ 2, ചില സ്ഥലങ്ങളിൽ 3 തവണയും എത്തിയ സ്ഥലങ്ങളുണ്ട്. മാത്രമല്ല എല്ലാ ജനവിഭാഗങ്ങളെയും കാണാൻ, വീടുകളിൽ നിന്ന്, അവരുടെ ജോലി സ്ഥലങ്ങളിൽ നിന്ന്, യാത്രാ ഇടവേളകളിൽ നിന്നൊക്കെ കണ്ടെത്താനും ബന്ധപ്പെടാനൊക്കെ കഴിഞ്ഞു. ചിലവരെ 2ാമതും 3ാമതും ഒക്കെ കാണുമ്പോൾ അവരുടെ നമ്മളോട് അന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ എന്ന് ഇങ്ങോട്ട് തിരിച്ചു പെട്ടെന്ന് ചോദിക്കും. അപ്പം ഞാനത് റീകളക്ട് ചെയ്ത് അവരോട് പറയും. അവർക്ക് വലിയ ആശ്ചര്യമായിരിക്കും. അവർ നമുക്കത് ഓർമ്മയുണ്ടാകില്ല എന്ന് പ്രതീക്ഷിച്ചാണ് പറയുന്നത്. അപ്പോൾ അത് വലിയ കൗതുകമാണ്. അവരിവരുടെ 2 മുന്നണികളുടെയും യഥാർത്ഥ നിറം മനസ്സിലാക്കി കഴിഞ്ഞു. അവരാർക്ക് വോട്ട് ചെയ്യണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞു. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കും. 5 അക്കമാണ് ഞങ്ങളുടെ ഭൂരിപക്ഷം. 5 അക്കം. അത് 10,000 തൊട്ട് അതിന് മുകളിലേക്ക് എത്ര വേണമെങ്കിലും പോവാം. മുഖ്യമന്ത്രിയും സർക്കാരിനെയും വെല്ലുവിളിച്ച് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ഉപതെരഞ്ഞെടുപ്പ് ഫലം സർക്കാരിന്റെ വിലയിരുത്തലാണെന്ന് പറയാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിച്ച സതീശൻ, ഫലം പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനത്തിന്റെ ഫലമാകുമെന്നും കൂട്ടിച്ചേർത്തു. ഞങ്ങൾ മുഖ്യമന്ത്രിയെ, സർക്കാരിനെയും വെല്ലുവിളിക്കുന്നു. നിങ്ങളുടെ ഈ 3 വർഷക്കാലത്തെ നിങ്ങളുടെ ഭരണത്തിൻ്റെ വിലയിരുത്തലാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ നടക്കാൻ പോകുന്നത് എന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഞങ്ങളോട് ചോദിച്ചു. ഞങ്ങൾ പറയുന്നു, ഈ തെരഞ്ഞെടുപ്പ് ഫലം കേരളത്തിലെ 3 വർഷക്കാലത്തെ പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തനങ്ങൾ അതുകൂടി വിലയിരുത്തുന്ന തെരഞ്ഞെടുപ്പാകും എന്ന് ഞങ്ങൾ കരുതുന്നു. അപ്പം ഞങ്ങളോട് ഒരു തിരിച്ചു ചോദ്യം ചോദിച്ചു. ആരായിക്കോട്ടെ, പ്രതിപക്ഷത്തിൻ്റെ കൂടി വിലയിരുത്തലാകുമോ തെരഞ്ഞെടുപ്പ്? ആയിക്കോട്ടെ, പ്രതിപക്ഷത്തിൻ്റെ വിലയിരുത്തലായി തന്നെ കണക്കാക്കും. ഇവിടെ നല്ല ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ ജയിക്കും. എന്ത് കുറവ് വന്നാലും അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം എനിക്കാണ്. അല്ലെ, അതപ്പോൾ തീരുമാനിച്ചാൽ മതിയല്ലോ. എന്ത് കുഴപ്പം വന്നാലും അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം എനിക്കാണ്. ഭരണപക്ഷ വികാരം ഉണ്ടായിട്ടില്ലെന്നും 3ാം ഇടതുപക്ഷ സർക്കാർ തീർച്ചയായും ഉണ്ടാവുമെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. 1 ഡസനോളം നേതാക്കൾ CPM-നോടൊപ്പം എത്തിയത് പ്രകടമായ മാറ്റങ്ങളാണെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ഒരു സംശയവും വേണ്ട, വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, അതിനുശേഷമുള്ള പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ഒക്കെ നിർണായക സ്വാധീനം വഹിക്കുന്ന ഒന്നായിരിക്കും ഈ 2 അസംബ്ലി നിയമമണ്ഡലത്തിലെയും പാർലമെൻറ്റ് നിയമമണ്ഡലത്തിലെയും തെരഞ്ഞെടുപ്പ് വിധി. കേട്ടോ, ഒരു സംശയവും വേണ്ട. നമുക്ക് വരാൻ പോകുന്ന 3ാം ഗവൺമെൻറ് ഉണ്ടല്ലോ, അത് ഉൾപ്പെടെ ബാധിക്കും. സംശയം എന്താ? ആര് വരാനാ? പിന്നെ നിങ്ങളെന്ത് വിചാരിച്ചിട്ടാ നിങ്ങളെ ഈ പ്രചരണം കൊണ്ട് രാജ്യം മുഴുവൻ മാറുന്ന? അത് നമുക്ക് കാണാം, ഈ ഇലക്ഷനിൽ കാണാം എങ്ങനെയാ മാറിയത്. കോൺഗ്രസിൽ ചേരുന്ന പ്രാദേശിക നേതാവ് പോലും പാണക്കാട് തങ്ങളെ കാണേണ്ട സാഹചര്യം UDF-ലുണ്ടായെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. SDPI നോട്ടീസ് കൊണ്ട് വീട് കയറാൻ വി.ഡി. സതീശന് നാണമില്ലേയെന്നും K. സുരേന്ദ്രൻ ചോദിച്ചു. കോൺഗ്രസിൽ ചേരുന്ന ഏതൊരു പ്രാദേശിക നേതാവും എന്തുകൊണ്ടാണ് പാണക്കാട് തങ്ങളെ പോയി കണ്ട് അനുഗ്രഹം തേടിയാലേ കാര്യങ്ങൾ നടക്കുമോ എന്നുള്ള സ്ഥിതിയിലേക്ക് വന്നിരിക്കുന്നത്? ഈ വി.ഡി. സതീശനും സംഘവും കേരളത്തെ എങ്ങോട്ടാണ് നയിക്കുന്നത്? കോൺഗ്രസിനെ ഒരു കൂട്ടർ ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ്. ഇന്ന് ഷാഫി പറമ്പനും വി.ഡി. സതീശനും കോൺഗ്രസിനെ ഒരു കൂട്ടരുടെ ആലയിൽ മാത്രം കൊണ്ട് കെട്ടിയിരിക്കുകയാണ്. SDPIയുടെ നോട്ടീസും കൊണ്ട് വീടുകൾ കയറാൻ നാണമില്ലേ സതീശ? കോട്ടകൾ ഇളകി വരുമോ എന്നാണ് ചോദ്യം. അതിഥികളെ നമുക്കൊപ്പം കോൺഗ്രസ് പ്രതിനിധി റുജിൽ മാക്കുറ്റി, CPM പ്രതിനിധി SK സജീഷ്, BJP പ്രതിനിധി അഡ്വക്കേറ്റ് TS ഉല്ലാസ് ബാബു എന്നിവരാണ്. ആദ്യം SK സജീഷിലേക്ക്. SK സജീഷ്, വെരി ഗുഡ് ഈവനിങ്. ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ചോദിച്ചത് സർക്കാരിന്റെ വിലയിരുത്തലാകും ഈ ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയാൻ മുഖ്യമന്ത്രിക്ക് ധൈര്യമുണ്ടോ എന്നാണ്. ഇത് പ്രതിപക്ഷത്തിന്റെ വിലയിരുത്തൽ കൂടിയാവും ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയാൻ പ്രതിപക്ഷ നേതാവ് കാണിച്ച ആത്മവിശ്വാസം ഈ സർക്കാരിനെ നയിക്കുന്ന മുഖ്യമന്ത്രിക്കും ആ സർക്കാരിനെ നയിക്കുന്ന CPM എന്ന പാർട്ടിക്കുമുണ്ടോ? SK സജീഷ്.
അല്ല, പ്രതിപക്ഷ നേതാവ് എന്തിനാണ് ശ്രമിക്കുന്നത് എന്നതിൻ്റെ മറുപടി ഇന്നലെ മുൻ KPCC പ്രസിഡന്റ് കൂടിയായ ശ്രീ മുരളീധരൻ്റെ ഒരു പാട്ടിലൂടെ നമ്മൾ കേട്ടതാണ്. ഞാൻ 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 എന്ന ഭാവങ്ങളെ എന്ന പാട്ട് ഇപ്പോൾ എന്തിനാണ് അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചത് എന്ന് നമുക്കറിയില്ല. ഏതായാലും ഞാൻ 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 എന്ന ഭാവത്തിലൂടെ ശ്രീ VD സതീശനും ഷാഫി പറമ്പിലും അവരുടെ സ്ഥാനാർത്ഥിയും ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾക്കെതിരായിട്ടുള്ള ഒരു വികാരമാണ് പാലക്കാട് മുഴുവൻ ഉയരുന്നതെന്ന് കാണാൻ വേണ്ടി കഴിയും. ഞങ്ങൾ ഇന്നിങ്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അവരുടെ 10 വിക്കറ്റുകളാണ് പാലക്കാട് നഷ്ടപ്പെട്ടത്. അത് ചെറുതല്ലല്ലോ. ആദ്യം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ഭാരവാഹിയായിട്ടുള്ള ഷാനിബ് പോയി, പിന്നെ പിന്തുണച്ചുകൊണ്ട് മണ്ഡലം പ്രസിഡൻ്റായിട്ടുള്ള PG വിമൽ പോയി, ദളിത് കോൺഗ്രസിൻ്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള K സുരേഷ് പോയി, പിന്നെ അതിനുശേഷം യൂത്ത് കോൺഗ്രസിൻ്റെ പാലക്കാട് ഈസ്റ്റ് മുൻ പ്രസിഡൻ്റായിരുന്ന ഹക്കീം കൽമണ്ഡപം വിട്ടുപോയി. അതിനുശേഷം മഹിളാ കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറി കൃഷ്ണകുമാരി അവരെ വിട്ടുപോയി. പെരിയാരി പഞ്ചായത്തിൻ്റെ വാർഡ് മെമ്പർ സിത്താര ശശി പോയി. അതുപോലെ തന്നെ അവിടുത്തെ കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി G ശശി പോയി. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറിയായ ഷക്കൂർ പോയി. അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡൻ്റായിരുന്ന P നഫീസ് പാലക്കുഴി പോയി. ഇതെല്ലാം പോയി ഏറ്റവും ഒടുവിലിപ്പോൾ പാലക്കാട് നഗരസഭയിലെ മുൻ കൗൺസിലറായിരുന്ന ശ്രീ ബാസി ഇപ്പോൾ കോൺഗ്രസ് വിട്ട് CPI കിട്ടിയിട്ടുണ്ട്. സന്ദീപ് വാര്യർ, കോൺഗ്രസ് വാര്യർ. അല്ല, അത് ഞാൻ പറയാം ഡോക്ടർ അരുൺ, അത് ഞാൻ പറയാം. ഞാൻ പറഞ്ഞു വന്നത്, ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ ഒരു ഇന്നിങ്സിലെ 10 വിക്കറ്റ്, അതുതന്നെ പ്രധാനപ്പെട്ട മുൻനിര വിക്കറ്റുകളാണ്. സംസ്ഥാന അടിസ്ഥാനത്തിലും ജില്ലാടിസ്ഥാനത്തിലും അവരുടെ നഗരസഭയിലും അതുപോലെ തന്നെ പഞ്ചായത്തിലും ഒക്കെ പ്രവർത്തിച്ച മെമ്പർമാരുൾപ്പെടെയായി പ്രവർത്തിച്ച ആളുകളുടെ വിക്കറ്റുകളാണ് നഷ്ടപ്പെട്ടത്. ഇങ്ങനെയൊരു നഷ്ടം ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൻ്റെ അനുഭവത്തിൽ നമ്മുടെ ആരെങ്കിലും മുന്നിലുണ്ടോ? ശ്രീ അരുൺ ഉൾപ്പെടെ, ഡോക്ടർ അരുൺ ഉൾപ്പെടെയുള്ള ആളുകൾ നിരവധി തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വന്നിട്ടുണ്ടല്ലോ. ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഇത്രയും പ്രധാനപ്പെട്ട ഒരു പിടി നേതാക്കന്മാർ സ്ഥാനാർത്ഥി നിർണയത്തിലും അവരുടെ BJP ബാന്ധവത്തിലുമെല്ലാം പ്രതിഷേധിച്ചുകൊണ്ട് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് ഇങ്ങനെ വിട്ടുപോയ ഒരു തെരഞ്ഞെടുപ്പ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ തങ്ങൾ ജയിക്കാൻ പോകുന്നുവെന്നാണ് കോൺഗ്രസിന്റെ ആത്മവിശ്വാസം. SK സജീഷ്, എന്റെ ചോദ്യത്തിലേക്ക് അങ്ങ് വരണം. ഈ തിരഞ്ഞെടുപ്പ് സർക്കാരിന്റെ വിലയിരുത്തലാകുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? മുഖ്യമന്ത്രിക്ക് അത് പറയാനുള്ള ആർജവമുണ്ടോ എന്ന പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യത്തിനുള്ള മറുപടി കൂടി അങ്ങ് പറയും. അതെ, അത് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അതായത് ഈ തെരഞ്ഞെടുപ്പിനകത്ത് മുഖ്യമന്ത്രി നടത്തിയ പ്രചാരണ പ്രവർത്തനങ്ങളെല്ലാം ഗവൺമെൻറ്റിൻ്റെ നേട്ടങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ട് തന്നെയാണ് ജനങ്ങളെ അഭിമുഖീകരിച്ചത്. എല്ലാ കാര്യങ്ങളും പരിഗണിക്കുന്ന പോലെ തന്നെ ഗവൺമെൻറ് നേട്ടങ്ങളുമെല്ലാം ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പരിഗണിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. പാലക്കാട് എന്ത് കുഴപ്പമുണ്ടെങ്കിലും അതിന്റെ ഉത്തരവാദി ഞാനാണ് എന്ന് നെഞ്ചിൽ കൈവച്ച് പറയുകയാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ്. അങ്ങനെ നെഞ്ചിൽ കൈവച്ച് പറയാൻ CPM-ന് സാധിക്കുമോ? കോൺഗ്രസ് വിട്ടുവന്ന സരിനെ സ്ഥാനാർത്ഥിയാക്കിയതടക്കം ഈ തിരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിൽ CPM ഒരു തിരിച്ചടി നേരിട്ടാൽ അതിന്റെ ഉത്തരവാദിത്വം ആർക്കായിരിക്കും? എനിക്കാണ് എന്ന് നെഞ്ചിൽ കൈവച്ചു പറയുന്ന ഒരു പ്രതിപക്ഷ നേതാവിനെ നമ്മൾ കണ്ടു. അല്ല, ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു തിരിച്ചടിയും നേരിടാൻ വേണ്ടി പോകുന്നില്ല. ഉജ്ജ്വലമായ വിജയമാണ് സരിൻ നേടാൻ വേണ്ടി പോകുന്നത്. അത് VD സതീശൻ നെഞ്ചിൽ കൈവച്ച് ഞാൻ എന്ന ഭാവങ്ങളിൽ പറയാൻ വേണ്ടി ഇടതുപക്ഷത്തിനോ അല്ലെങ്കിൽ CPI-എമ്മിനോ ഇടതുപക്ഷമായി ചേർന്ന് നിൽക്കുന്ന ആളുകൾക്കോ കഴിയില്ല. ഞങ്ങളുടേത് കൂട്ടായ്മയുടെ വിജയമാണ്. ആ കൂട്ടായ്മയിൽ ഞങ്ങളോടൊപ്പം എല്ലാവരുമുണ്ട്. ആ എല്ലാവരുടെയും വിജയമാണ് പാലക്കാട് ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. എൻ്റെ വിജയമാണ് എന്ന് പറയാനോ എൻ്റെ പരാജയമാണ് എന്ന് പറയാനോ, തിരിച്ചടി ഉണ്ടായാൽ അത് എൻ്റേത് മാത്രമാണ് എന്നോ VD സതീശൻ പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് അദ്ദേഹത്തിൻ്റെ ചില ശിങ്കിടികളുടേതും മാത്രമാണ് എന്ന് പാലക്കാടും കേരളത്തിലുടനീളമുള്ള കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ആളുകളും പറയുന്നത് അദ്ദേഹം ഏറ്റുപിടിക്കുകയാണ് എന്ന് മാത്രമാണ്. ആ ഭാവത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചെയ്തത്. ഈ തെരഞ്ഞെടുപ്പിൽ എന്ത് കുഴപ്പങ്ങളുണ്ടെങ്കിലും ഞാനാണ് ഉത്തരവാദി എന്ന് പറയുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വിജയിച്ചാൽ
ഞാനാണ് ഉത്തരവാദി എന്ന് പറയാൻ വേണ്ടിയും 2026 മുഖ്യമന്ത്രി സ്ഥാനത്തിന് ഞാനിവിടെയുണ്ട് എന്ന ഭാഷയിലുമല്ലേ ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് സംസാരിച്ചത്? ആ പ്രതിപക്ഷ നേതാവിനോടൊപ്പം ഈ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാൻ വന്ന വിവിധ നേതാക്കൾ, വിവിധ ഇടങ്ങളിലെത്തിയ കോൺഗ്രസ് പ്രവർത്തകർ. അപ്പോൾ ഇതിൻ്റെ പരാജയം KPCC പ്രസിഡന്റിന് ഉത്തരവാദിത്വമില്ല, പ്രതിപക്ഷ നേതാവിനാണെന്ന് പറയുമ്പോൾ വിജയത്തിൻ്റെ ഉത്തരവാദിത്വവും തനിക്കാണെന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു വെക്കുന്നത്. ഞാൻ എന്ന ഭാവത്തിൻ്റെ പ്രകടനമായിരുന്നോ പ്രതിപക്ഷ നേതാവിനുണ്ടായിരുന്നത്? ഈ അമിതാത്മവിശ്വാസത്തിൻ്റെ കാരണം എന്താണ് റിജിൽ? ഡോക്ടർ അരുണെ, ഞങ്ങൾക്ക് വളരെ ആത്മവിശ്വാസം തന്നെയാണ്. അത് പ്രതിപക്ഷ നേതാവിനായാലും KPCC പ്രസിഡന്റിനായാലും ഒരേ ആത്മവിശ്വാസം തന്നെയാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്. പിന്നെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ സെഞ്ചുറി തകർക്കും ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാണ് തൃക്കാക്കര വന്നത്. എന്തായി നമുക്കറിയാം. സ്ഥാനാർത്ഥിയാണ് ഇപ്പോൾ എവിടെയുള്ളത്. പിന്നെ പുതുപ്പള്ളി പിടിക്കാൻ പുതിയ ആളെയും കൊണ്ടുവന്നു. എന്തായി സംഭവിച്ചത്? അത് ഇവരുടെ തെരഞ്ഞെടുപ്പ് രംഗത്ത് ജോറാണേ എന്നൊക്കെ പറഞ്ഞ് ഇവരൊക്കെ വരും. പക്ഷേ തെരഞ്ഞെടുപ്പ് റിസൾട്ട് കഴിഞ്ഞാൽ അത് UDF ആണ്. ഈ പാലക്കാടും ഞങ്ങൾക്ക് ജയിക്കാൻ പറ്റുന്ന വളരെ കൃത്യമായ രൂപത്തിലുള്ള കോൺഫിഡൻസ് ഞങ്ങൾക്കുണ്ട്. ഇത് പാലക്കാട് UDFൻ്റെ മണ്ണാണല്ലോ. ഞങ്ങൾ 13 വർഷക്കാലമായി ഇവിടെ MLA ഇവിടെ ഷാഫി പറമ്പിലാണ്, കോൺഗ്രസിൻ്റെ UDFൻ്റെ MLA ആണ്. തീർച്ചയായും ആ പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഞങ്ങൾക്ക് ജയിക്കാൻ സാധിക്കുന്ന എല്ലാ തരത്തിലുള്ള രാഷ്ട്രീയ പരിസരം ഇവിടെയുണ്ട്. ഈ രാജ്യം ഭരിക്കുന്ന സർക്കാരിനെതിരായി, ഈ രാജ്യത്ത് BJP ഉയർത്തിക്കൊണ്ടുവരുന്ന വർഗീയ രാഷ്ട്രീയത്തിനെതിരായി, അവരുയർത്തിക്കൊണ്ടുവരുന്ന വിദ്വേഷ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള വലിയ ക്യാമ്പയിൻ പാലക്കാട് നടക്കുകയാണ്. തീർച്ചയായിട്ടും അതിനെതിരെ വലിയ രൂപത്തിലുള്ള പ്രതിഷേധം ഈ നാട്ടിനകത്തെ ജനങ്ങൾ BJPക്കെതിരായി ഉണ്ടാകുമെന്ന സംബന്ധിച്ച് ഞങ്ങൾക്കൊരു തർക്കമില്ല. BJP എന്തെല്ലാം തരത്തിലുള്ള പ്രചാരവേല നടത്തി മുമ്പോട്ട് പോയാലും സുരേന്ദ്രനെ പോലെയുള്ള ഒരാൾ, പ്രത്യേകിച്ച് കള്ളപ്പണത്തിന് നേതൃത്വം കൊടുത്ത് കുഴൽപ്പണ വീരനായി ആ കുഴൽപ്പണത്തിൻ്റെ കീഴിൽ ഇരുന്ന് അവിടെ ഇരുന്ന് ഈ രാഷ്ട്രീയം പറയുന്ന സുരേന്ദ്രനെ കുറിച്ച് പാലക്കാട് ജനതയ്ക്ക് നന്നായിട്ട് അറിയാം. ആ സുരേന്ദ്രൻ ഉദ്ദേശിച്ച സ്ഥാനാർത്ഥിയല്ല, അല്ലെങ്കിൽ BJP ഉദ്ദേശിച്ച സ്ഥാനാർത്ഥിയല്ല ഈ ആദ്യഘട്ടത്തിൽ ഇവരുടെ ആളുകൾ പറഞ്ഞ സ്ഥാനാർത്ഥിയല്ലല്ലോ പാലക്കാട് വന്നതെന്നൊക്കെ ശോഭാ സുരേന്ദ്രൻ്റെ ഫ്ലക്സ് ഉൾപ്പെടെ കത്തിച്ചതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ BJP കിടക്കുകയാണ്. ഒന്ന്. രണ്ടാമത്തത്, CPMനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്താ രാഷ്ട്രീയ നിലപാട്? അവർ ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത് കാലുമാറി വന്ന ഒരാളെ സ്ഥാനാർത്ഥിയാക്കി, ആ സ്ഥാനാർത്ഥിയാക്കി അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ കാലാകാലം പാലക്കാട് മത്സരിച്ചൊരു മണ്ഡലം, ഷാഫി പറമ്പിൽ വരുന്നതിന് മുമ്പ് MLA ഉണ്ടായിരുന്ന ഈ മണ്ഡലത്തിൽ നിന്ന് 3-ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു എന്നുള്ളതാണ്. ആ 3-ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു പോയതിന് കാരണമാണ് അവർ അന്വേഷിക്കേണ്ടത്. എന്തുകൊണ്ട് തള്ളപ്പെട്ടു പോയി? NM കൃഷ്ണദാസിനെ പോലെയുള്ള CPMന്റെ ഉന്നതനായ നേതാവ്, 2 തവണ പാർലമെന്റ് നേതാവ് ഇവിടെ നിന്ന് 3-ാം സ്ഥാനത്തേക്ക് പോകാനുള്ള കാരണം എന്താണ്? എന്തുകൊണ്ടാണ് ആ രൂപത്തിലെ സംഘടനാപരമായ അപജയം അവർക്ക് ഉണ്ടായത് എന്ന് അവർ പരിശോധിക്കണം. അതുകൊണ്ട് ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ ഈ തിരഞ്ഞെടുപ്പിൽ സരിനോടൊപ്പം നിലയുറപ്പിച്ചത്. പക്ഷേ അതേസമയം നിങ്ങളുടെ നിലയോ 12 പേരാണ് ഒറ്റയടിക്ക് ഈ ഒരു മാസത്തിനുള്ളിൽ കോൺഗ്രസ് പക്ഷത്തിൽ നിന്ന് CPM പക്ഷത്തേക്കോ ഇടതുപക്ഷത്തേക്കോ മാറിയത്. ഏതെങ്കിലും ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ഇത്ര കൂട്ടത്തോടെ, അതും ജില്ലയിലൊക്കെ ചിലയിടങ്ങളിൽ നിർണായക സ്വാധീന ശേഷിയുള്ള ചില നേതാക്കൾ കൂടുമാറിയ ചരിത്രമുണ്ടോ റിജിൽ? എൻ്റെ അരുണെ, ഈ മഴ പെയ്യുമ്പോൾ പൊടിയുന്ന ഈയാമ്പാറ്റകളെ പോലെ കുറച്ച് ആളുകൾ പോയി എന്നുള്ളതല്ലാതെ പാർട്ടിക്ക് ഒരു കരുത്തുമില്ല. ആളുകളെല്ലാം വരുന്നു. ഞങ്ങൾക്കറിയാം. നിങ്ങളും മാധ്യമങ്ങളും ഇവരുണ്ടാക്കി വെച്ച ബലൂണ്. അതെ, അങ്ങനെ ഒരുപാട് ആളുകളുണ്ടല്ലോ. അങ്ങനെ ഒരുപാട് KS ജില്ലാ പ്രസിഡന്റുമാർക്ക് ഇതിനകത്ത് KP അനിൽകുമാർ പാർട്ടി വിട്ടു പോയിട്ടില്ലേ? സംഘടനാ ചുമതല ജനറൽ സെക്രട്ടറി. എന്നിട്ട് എന്തായി? അതിനുശേഷമല്ലേ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് നടന്നത്? എന്നിട്ട് എന്താ ഞങ്ങൾ ജയിച്ചിട്ടില്ലേ? നിങ്ങൾക്ക് മാധ്യമങ്ങൾക്ക് ഉണ്ടാകുന്ന പ്രശ്നമാണ്. ഞങ്ങൾക്ക് അതിനകത്ത് യാതൊരു പ്രശ്നവുമില്ല. ഞങ്ങളുടെ പാർട്ടിയുടെ സംഘടനാ സംവിധാനത്തിനകത്ത് ഒരു ചെറിയതായ കോട്ടം വരുത്താൻ ഈ പോയവർക്കാർക്കും ഇവർ സ്ഥാനാർത്ഥിക്ക് ഉൾപ്പെടെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഈ റിസൾട്ട് വരുമ്പോൾ നമുക്ക് നോക്കാം എന്താണ് പാലക്കാട് നടക്കാൻ പോകുന്നത്. CPMനെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാഷ്ട്രീയപരമായി CJP എന്ന് കൂട്ടുകെട്ട് ഈ പാലക്കാട് ഉണ്ടായിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടിയാണ്. ആ കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടിയുടെ രാഷ്ട്രീയ അന്ത്യവും അതിന്റെ അന്ത്യകൂദാശയും ഈ തെരഞ്ഞെടുപ്പോടുകൂടി ഈ പാലക്കാട് വരാൻ പോവുകയാണ്. ആ ഒരു കോൺഫിഡൻസ് ആണ് പ്രതിപക്ഷ നേതാവിനെ നയിച്ചത്. ആ ഒരു കോൺഫിഡൻസ് ആണ് എന്നല്ലേ VD സതീശൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക റിജിൽ?
തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹം ഇവിടെ കൃത്യമായി ഇടപെട്ടിട്ടുണ്ട്. KPC പ്രസിഡന്റ് ഇടപെട്ടിട്ടുണ്ട്. ഇന്നും KPC പ്രസിഡന്റ് ആണല്ലോ ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും അവസാനത്തെ കൊട്ടിക്കലാശം നയിക്കുമ്പോൾ അതിന്റെ മുമ്പിൽ നിന്ന് KPC പ്രസിഡന്റ് ആണല്ലോ. KPC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഒരുമിച്ച് തന്നെയാണ് പോകുന്നത്. ഞങ്ങൾ സംവിധാനത്തിനകത്ത് കോൺഗ്രസിനകത്ത് അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. ഞങ്ങൾ സ്ഥാനാർത്ഥി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാണ്. കേരളത്തിലെ നിങ്ങൾക്കറിയാം ശ്രീ അരുണെ, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാരമ്പര്യം അറിയാലോ, അദ്ദേഹം എങ്ങനെയാണ് രാഷ്ട്രീയ രംഗത്ത് കടന്നു വന്നത് എന്നറിയാലോ. അദ്ദേഹം ഇന്നലെ നടത്തിയ സമര പോരാട്ടത്തിന്റെ മുമ്പിൽ നിന്ന ആളാണല്ലോ. ആ രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി. ഞങ്ങൾ ഇന്നലെ പൊട്ടിമുളച്ച മഴക്ക് പെയ്ത തകരയോ അല്ലെങ്കിൽ ഓട് പൊളിച്ച് വന്നവരൊന്നുമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ. കേരളത്തിലെ യുവജന വിദ്യാർത്ഥി രാഷ്ട്രീയത്തിനകത്ത് തന്റേതായ ഇടപെടൽ ഉണ്ടാക്കിയ ഒരു ചെറുപ്പക്കാരനെ ഞങ്ങൾ പാലക്കാട് അവതരിപ്പിച്ചിരിക്കുക. ആ രാഹുലിനെ ഈ കോൺഗ്രസിന് ഈ പാലക്കാട് മണ്ഡലത്തിൽ പറയാൻ എന്തുണ്ട് എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം CPM മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതാണ് സതീശൻ, ഷാഫി, രാഹുൽ മാങ്കോട്ടത്തിൽ ത്രയമെന്ന് സരിൻ സൂചിപ്പിക്കുന്നത്. അത് ഞാൻ ഷാഫി പറമ്പിൽ ആരാ? ഷാഫി പറമ്പിൽ ഞങ്ങളുടെ ഏറ്റവും ക്രൗഡ് പുള്ളറായ നേതാവല്ലേ? കേരളത്തിലെ കോൺഗ്രസിന്റെ യുവജന രാഷ്ട്രീയത്തിലെ ഇതുപോലെ ക്രൗഡ് പുള്ളറായ നേതാവ് ഈ ഷാഫി പറമ്പലിന്റെ അടുത്ത് വെക്കാൻ ഈ പറയുന്ന DYFIക്കാർ ഏതെങ്കിലും നേതാക്കന്മാരുണ്ടോ? ഷാഫിയുടെ അടുത്ത് വെക്കാൻ ആ ചെറുപ്പക്കാർ ഷാഫിയുടെ മൂലധനമാണെങ്കിലും ഞാൻ തിരിച്ചു വരാം. എന്താ തെറ്റ്? BJP പ്രതിനിധി TS ഉല്ലാസ് ബാബു കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഉല്ലാസ് ബാബു, തീർച്ചയായും ഞങ്ങൾ 100% ആത്മവിശ്വാസത്തിലാണ്. കൊട്ടിക്കലാശം കഴിഞ്ഞിരിക്കുന്നു. സന്ദീപ് വാര്യർ ക്യാമ്പ് വിട്ട മറുകൂടി ചേർന്നിരിക്കുന്നു. ഒരു ചലനവും ഉണ്ടാക്കില്ല എന്ന് BJPയുടെ അധ്യക്ഷൻ പറയുമ്പോഴും ഇന്ന് കൊട്ടിക്കലാശത്തിലടക്കം സന്ദീപ് വാര്യരെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള പ്രചരണത്തിനാണ് കോൺഗ്രസ് ശ്രമിച്ചത്. അത് ഫലം കാണുമോ എന്നുള്ളത് 23-ാം തീയതി അറിയാം. പക്ഷേ നിങ്ങളുടെ ഒരു സംസ്ഥാന കമ്മിറ്റി അംഗം, നിങ്ങളുടെ BJP സ്പോക്ക് പേഴ്സൺ ഇന്നിപ്പോൾ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിക്കൊപ്പം കൊട്ടിക്കലാശത്തിൽ നിൽക്കുന്നത് ഈ ഒരു മാസത്തിനിടയിൽ സംഭവിച്ച ഏറ്റവും വലിയ ഡ്രമാറ്റിക് മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ്. ഏറ്റവും വലിയ സസ്പെൻസ് ആയിരുന്നു, ട്വിസ്റ്റ് ആയിരുന്നു അത്. ആ ട്വിസ്റ്റ് വോട്ടായി മാറാനുള്ള സാധ്യതയുണ്ടോ? നമ്പർ 1. നമ്പർ 2, പാലക്കാട് വികസനം ചർച്ച ചെയ്താൽ BJPക്ക് വലിയ സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുമോ? ആൻഡ് നമ്പർ 3, പ്രതിപക്ഷ നേതാവിൻ്റെ വിലയിരുത്തലാകുമെന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു. ഇവിടെ C. കൃഷ്ണകുമാർ വിജയിച്ചാലും പരാജയപ്പെട്ടാലും അതിൻ്റെ ഉത്തരവാദിത്വം BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ ഏറ്റെടുക്കുമോ? അരുൺകുമാർജി, ആദ്യം തന്നെ അങ്ങയോട് ഞാൻ പറയട്ടെ, ഇറ്റ്സ് നോട്ട് എ ഡ്രമാറ്റിക് മൂമെൻറ്റ്. ഒരു സംശയവും വേണ്ട. എന്ത് ഡ്രാമ? പാലക്കാടിൻ്റെ വികസനം നടക്കാത്തതിൻ്റെ പേരിൽ മുനിസിപ്പാലിറ്റിയുടെ പ്രവർത്തനത്തിൽ പാലക്കാട് വികസിപ്പിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്ക് വിഷമമുണ്ടെന്ന് പറഞ്ഞിട്ടൊന്നുമല്ലോ ഇദ്ദേഹം ഇവിടുന്ന് വിട്ടുപോയത്. അദ്ദേഹത്തിന് സ്വന്തം കസാര കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടില്ല പരാതി. അങ്ങനെയുള്ളവരുടെ ഒന്നും ഒരു ഡ്രാമാറ്റിക് മൂവ്മെൻറ്റും ഇവിടെ നടക്കില്ലെന്ന്. ഇത് പാലക്കാടിൻ്റെ മണ്ണിനകത്ത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ വിഷയം വളരെ കൃത്യമായി ഞങ്ങൾ സമൂഹത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇനി അരുൺകുമാർജി പറഞ്ഞ കാര്യത്തിന് 1, 2, 3, 4 പോലെ തന്നെ ഞാനും മറുപടി പറയാം. നിങ്ങളൊന്ന് കേൾക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാക്കണം. നമ്പർ 1, അങ്ങ് ചോദിച്ചു പാലക്കാട് മുനിസിപ്പാലിറ്റി. പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ കാര്യങ്ങൾ വളരെ വ്യക്തമായി. ഇന്ന് അരുൺകുമാർ കാലത്ത് കോഫി വിത്ത് അരുൺകുമാർ എന്ന പ്രോഗ്രാമിൽ മുനിസിപ്പാലിറ്റി ടൗൺ ഹാളിനകത്തും വിവിധ മേഖലകളിലും പാർക്കുകളിലൊക്കെ അങ്ങ് യാത്ര ചെയ്ത സമയത്ത് അങ്ങ് കുറേ പ്രയാസങ്ങൾ പറഞ്ഞു. സ്വാഭാവികമായിട്ട് ആ പ്രയാസം പൊതുസമൂഹത്തിനകത്ത് ഉള്ളതാണ്. ആ പ്രയാസം പരിഹരിക്കണമെന്ന് നിങ്ങളെക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്ന ആളാണ് ഞങ്ങൾ. കാരണം എന്താണ്? ഇവിടെ ഉണ്ടാകേണ്ടത് എന്താണ് അരുൺകുമാർ? ജനാധിപത്യ വ്യവസ്ഥയിൽ ജനങ്ങൾ തിരുത്തൽ ശക്തികളാവണം. എങ്ങനെയാണ് തിരുത്തൽ ശക്തികളാവേണ്ടത്? അവർക്ക് കിട്ടേണ്ട കാര്യങ്ങൾ കിട്ടാതെ വരുന്ന സമയത്ത് അവർ കിട്ടാൻ പ്രാപ്തിയുള്ള ആളുകൾ തിരഞ്ഞെടുക്കപ്പെടണം. എന്തുകൊണ്ടാണ് ശ്രീ ഷാഫി പറമ്പിൽ ഇവിടെ MLA ആയിരിക്കുന്ന സമയത്ത്, ശ്രീകണ്ഠൻ MP ആയിരിക്കുന്ന സമയത്ത്, ബഹുമാനായ രാജേഷ് മന്ത്രിയായിരിക്കുന്ന സമയത്ത്, ബഹുമാനായ പാലക്കാടിൻ്റെ കൃഷ്ണൻകുട്ടിയേട്ടൻ മന്ത്രിയായിരിക്കുന്ന സമയത്ത് മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന BJP വയ്ക്കുന്ന ഒരു വിഷയങ്ങളിലേക്കും ഫണ്ട് അനുവദിക്കാതെ തനത് ഫണ്ടുകൾ വെട്ടിക്കുറച്ചുകൊണ്ട് ഒരു മുനിസിപ്പാലിറ്റിനെ ബുദ്ധിമുട്ടിലേക്ക് അനുഭവിപ്പിക്കുന്നത് എന്ന് ചോദ്യം ചെയ്യാനുള്ള ഉത്തരവാദിത്വവും മാധ്യമപ്രവർത്തകനായി ബഹുമാനായ അരുൺകുമാറിനുണ്ട്, ഇല്ലേ? സ്വാഭാവികമായിട്ടില്ലേ? അതേപോലെ തന്നെയാണ് ഓരോ വിഷയങ്ങളും. നോക്കൂ, ഇവിടുത്തെ അറവുശാലയിൽ 50 സെൻറ്റ് സ്ഥലം മാത്രമാണ് കിഫ്ബിയിൽ 10 കോടി കൊടുത്തു എന്നാണ് ഇവർ പറയുന്നത്. 50 സെൻറ്റ് സ്ഥലം കൊടുക്കാനാണ് ഒരു കളക്ടർക്ക് അധികാരമുള്ളൂ. അദ്ദേഹം അത് കൊടുത്തു. ബാക്കിയുള്ള 15 സെൻറ്റ് 65 സെൻറ്റ് സ്ഥലത്തിൻ്റെയാണ് അതിൻ്റെ ഡിസൈൻ കിടക്കുന്നത്. 15 സെൻറ്റ് സ്ഥലം കൊടുക്കേണ്ട റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, റവന്യൂ വകുപ്പ്, ബഹുമാനായ മന്ത്രി K. രാജൻ ഭരിക്കുന്ന വകുപ്പ് കാലം ഇത്രയായിട്ടും പാലക്കാട് മുനിസിപ്പാലിറ്റിക്ക് അത് കൊടുക്കേണ്ട പ്രവർത്തികൾ പ്രവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവിടെ രാഷ്ട്രീയമാണ് ഇവർ നടപ്പിലാക്കുന്നത്. ജനങ്ങൾക്ക് എന്ത് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, BJP ഭരിക്കുന്ന സംവിധാനത്തിൽ അത് ഉണ്ടാകാൻ പാടില്ല. ഇത് കോൺഗ്രസും ഇത് കമ്മ്യൂണിസ്റ്റും ഇത് BJP ചെയ്താൽ അത് ശരിയല്ല. അടിസ്ഥാന പ്രശ്നങ്ങൾ. എനിക്ക് അരുൺകുമാറോട് വളരെ ബഹുമാനമുണ്ട്. കാരണം നിങ്ങൾ നരേന്ദ്രമോദി സർക്കാർ 70 വയസ്സ് കഴിഞ്ഞ അമ്മമാർക്കും അച്ഛന്മാർക്കും 5 ലക്ഷം രൂപ വീതം പ്രഖ്യാപിച്ച സമയത്ത് ആ കാർഡ് എല്ലാവരും
അപ്ഡേറ്റ് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് എടുക്കണമെന്ന് അത് ഗവൺമെൻറ് കൊടുത്തൊരു വലിയൊരു കാര്യം സമൂഹത്തിലേക്ക് എത്തിച്ചൊരു വ്യക്തിയാണ് നിങ്ങൾ. എനിക്ക് നിങ്ങളോട് വളരെ ബഹുമാനമുണ്ട് ആ വിഷയത്തിൽ. അത് ഏത് സർക്കാർ ചെയ്താലും എത്തണം. അവിടെ BJPയുടെ ഔദാര്യമൊന്നും ഞാൻ പറയുന്നില്ല, അത് അവകാശം തന്നെയാണ് പൊതുസമൂഹത്തിന്. പക്ഷെ അത് കൃത്യസമയത്ത് പ്ലാൻ ചെയ്തുകൊണ്ട് കാഴ്ചപ്പാടോടുകൂടിയ നേതാവ് അവതരിപ്പിക്കുന്നു, ഒരു സർക്കാർ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ മിടുക്ക്. ഈ കാഴ്ചപ്പാട് കേരള സർക്കാരിന് ഇല്ലാത്തത് കൊണ്ടാണ് ബഹുമാനായ രാജേഷിന് എങ്ങനെയാണ് മുനിസിപ്പാലിറ്റിയെ കുറ്റം പറയാൻ പറ്റുക? തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ മന്ത്രിയായിരിക്കെ അദ്ദേഹം തനത് ഫണ്ട് വെട്ടിക്കുറയ്ക്കുകയും ഒപ്പം തന്നെ പാലക്കാട് മുനിസിപ്പാലിറ്റിയോട് അദ്ദേഹം കൂടുതൽ സ്നേഹം കാണിക്കണ്ടേ? നമ്മൾ എപ്പോഴും പറയാറില്ല സ്വന്തം മക്കളോട് കുറച്ച് സ്നേഹം കാണിക്കും. സ്വാഭാവികമായിട്ടും മറ്റു മക്കളോട് സ്നേഹമുണ്ടെങ്കിലും അല്പം ഫ്രീക്വൻസി നമ്മുടെ സ്വന്തം മക്കളോട് ഉണ്ടാവും. ഇതേ കാര്യം പാലക്കാടുള്ള ബഹുമാനനായിട്ടുള്ള രാജേഷ് ഈ മുനിസിപ്പാലിറ്റിയോട് കാണിക്കേണ്ടിടത്തുനിന്ന് അദ്ദേഹം അത് വഴിമാറി ചിന്തിച്ചില്ലേ? 13 വർഷക്കാലം ഷാഫി പറമ്പിലുണ്ടായിരുന്നിട്ടും അവിടെ നടത്താൻ സാധിക്കാത്ത കാര്യങ്ങൾ ഇനി ഞാൻ 1.5 കൊല്ലം കൊണ്ട് നടത്തി തരാമെന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കണോ ശ്രീ അരുൺജി? രണ്ടാമത്തെ കാര്യം, DPR ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞ് ടൗൺ ഹാളിൻ്റെ വിഷയത്തിൽ ഹാബിറ്ററ്റിന് ഏൽപ്പിക്കണമെന്ന് പറഞ്ഞ് 3 കോടി തരാമെന്ന് പറഞ്ഞ് അതിൻ്റെ ഡിസൈൻ ആയിട്ടില്ല, ഇഷ്ടപ്പെട്ടിട്ടില്ല, ഞാൻ വേറെ സംവിധാനം ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് അത് 1 കോടി മാത്രത്തിൽ ഒതുക്കിക്കൊണ്ട് 10 വർഷമായിട്ട് അരുൺകുമാറിൻ്റെ വാക്ക് ഞാൻ കേട്ടിട്ടുണ്ട്. പാട്ട് പാടാൻ സാധിക്കാത്ത, നാടകം കളിക്കാൻ സാധിക്കാത്ത, പാവപ്പെട്ടവർക്ക് കല്യാണം നടത്താൻ സാധിക്കാത്ത ഈ പ്രയാസങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിൽ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം പാടില്ല. അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതിൽ രാഷ്ട്രീയം പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു നേതാവാണ് ഞാൻ. സ്വാഭാവികമായിട്ട് ആ ഒരു രാഷ്ട്രീയ ശൈലി അരുൺകുമാറിനെ പോലെയുള്ള ആളുകൾ എടുത്തു കാണിച്ചതിൽ ഞാൻ നന്ദി പറഞ്ഞു. ഒപ്പം തന്നെ ഇവിടുത്തെ ഓരോ വിഷയങ്ങളിലും ഈ പാലക്കാടിൻ്റെ തനത് ഫണ്ടുകൾ ശമ്പളം കൊടുക്കാനേ തികയുള്ളൂ. ഒരു സംശയവും ഉണ്ട്. ചെയർപേഴ്സണായിട്ട് ഞാൻ കൃത്യമായിട്ട് സംസാരിച്ചു. ഒറ്റ കാര്യം ഞാൻ നേരത്തെ പോകുന്നതുകൊണ്ട് പറഞ്ഞതാണ്. മാത്തൂര്, കണ്ണാടി, പ്രായരി മറക്കരുത് നിങ്ങൾ. കണ്ണാടി പഞ്ചായത്തിനകത്ത്, മാത്തൂർ പഞ്ചായത്തിനകത്ത്, പ്രായരി പഞ്ചായത്തിനകത്ത് കർഷകൻ്റെ കണ്ണീര് നിങ്ങൾ ആരും കാണാത്ത വേണ്ട. എന്തുകൊണ്ടാണ് കർഷകൻ്റെ കണ്ണീര് പറയുമ്പോൾ നിങ്ങൾ അത് എന്നോട് സംസാരിക്കുമ്പോൾ ചാക്ക് കണക്കിന് നെല്ല് മൂട്ടിങ്ങനെ ആട്ടിയിട്ടിരിക്കുക. അവിടെ ഇവർക്ക് സംഭരിക്കാനുള്ള പ്രാപ്തിയില്ല സപ്ലൈക്കോനെ. എൻ്റെ സപ്ലൈക്കോ മകരക്കൊയ്ത്ത് കഴിഞ്ഞ പാലക്കാട് കർഷകൻ്റെ നെല്ലിൻ്റെ വില ഇന്ന് ഈ നിമിഷം നമ്മൾ സംസാരിക്കുന്നത് റിലീസ് ചെയ്യാൻ സർക്കാരിന് സാധിച്ചില്ല. അപ്പോൾ പറഞ്ഞു സാമ്പത്തികമില്ലാതെ ഉൽപ്പാദകക്ഷമതയില്ലാത്ത ഒരു നാടിനെ വളർത്തിയുണ്ടാക്കിയത് ഇവരുടെ മാറി വന്ന സർക്കാർ സംവിധാനത്തിൻ്റെ ഭാഗമല്ലേ? ഇവർക്ക് പ്രാപ്തി കുറവല്ലേ? സ്വയം പര്യാപ്ത നാടുണ്ടാക്കാൻ, സ്വയം പര്യാപ്ത ശൈലിയിലേക്ക് വളർന്നു വരാനുള്ള ഒരു ഇച്ഛാശക്തി ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാർക്കില്ലെങ്കിൽ അവർ ഭരിക്കുന്ന സർക്കാരിനെ കേരളത്തിലെ ജനങ്ങൾ ഇനിയും വിശ്വസിക്കുന്നു, പാലക്കാടിൻ്റെ ജനങ്ങൾ ഇനിയും വിശ്വസിക്കുന്നു. സ്വാഭാവികമായിട്ട് അതൊക്കെ നമ്മൾ മനസ്സിലാക്കി ചർച്ച ചെയ്യപ്പെടണ്ടേ? വിദ്യാർത്ഥികൾക്ക് ആവശ്യം 3800 കോടി രൂപയുടെ IT ഇൻഡസ്ട്രിയൽ പാർക്ക് പാലക്കാടിന് കൊടുക്കുമ്പോൾ 51,000 മിടുക്കന്മാർക്ക് ജോലി കിട്ടും, മിടുക്കുകൾക്ക് ജോലി കിട്ടുമെന്ന് നരേന്ദ്രമോദി സർക്കാർ കൊടുത്ത പദ്ധതിയെക്കുറിച്ച് കൂടി അരുൺകുമാർ, കോഫി വിത്ത് അരുൺകുമാർ എന്ന് പറയുന്ന സമയത്ത് പാലക്കാടിന് തന്നൊരു കാര്യം പറയണം. കേരളത്തെ പരിഗണിച്ചിട്ടുണ്ട്, ഒപ്പം തന്നെ പാലക്കാടിനെ പരിഗണിച്ചില്ലേ? അതേപോലെ തന്നെ ഞങ്ങൾ കൃത്യമായി കൃഷ്ണകുമാർ ജയിച്ചു വന്നാൽ ഇന്ന് കൃഷ്ണകുമാരോട് നിങ്ങൾ സംസാരിച്ച് പറഞ്ഞു മുനിസിപ്പാലിറ്റി ഒന്ന് ഏറ്റെടുക്കണം CK എന്ന് അരുൺകുമാർജി പറഞ്ഞ സമയത്ത് കൃഷ്ണമായിട്ട് എന്താ പറഞ്ഞത്? ഞാനത് 100% അടുത്ത നവംബർ 23 MLA ആയി തെരഞ്ഞെടുക്കപ്പെടുക ഈ 23-ാം തീയതി. എന്നാൽ 2025 23-ാം തീയതി അരുൺകുമാർജി അടക്കമുള്ള ആളുകളെ ക്ഷണിച്ചുകൊണ്ട് പാലക്കാടിൻ്റെ ടൗൺ ഹാൾ ഞാൻ യാഥാർത്ഥ്യമാക്കാം. ബിക്കോസ് ഞാനിരിക്കുന്നത് നിയമസഭയിലായതുകൊണ്ട് അവർ തന്നില്ലെങ്കിൽ പിടിച്ചു മേടിച്ചു കൊണ്ടുവന്നിട്ടാണെങ്കിൽ ഞാൻ നടപ്പിലാക്കി തരാമെന്ന് പറയപ്പെടുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ്. പരാജയപ്പെട്ടാൽ പോലും ആ ടൗൺ ഹാൾ തുറക്കണം, അതിനുള്ള മുൻകൈ മുനിസിപ്പാലിറ്റി എടുക്കണം. ഞാൻ തിരിച്ചു വരും. നമുക്കിപ്പം കോൺഗ്രസ് പ്രതിനിധി റിജിൽ മാക്കുറ്റി, CPM പ്രതിനിധി SK സജീഷ്, BJP പ്രതിനിധി TS ഉല്ലാസ് ബാബു എന്നിവരാണ് ചർച്ചയിൽ. SK സജീഷ്, ഈ 12 കോൺഗ്രസ് പ്രവർത്തകർ അവർ ഇയാം പാർട്ടികളെ പോലുള്ളവർ മാത്രമാണ് CPM-ലേക്ക് വന്നിരിക്കുന്നതും അവർ ഈ തിരഞ്ഞെടുപ്പിൽ ഒരു ചലനവും ഉണ്ടാക്കില്ല എന്നാണ് കോൺഗ്രസ് പ്രതിനിധി പറയുന്നത്. മാത്രവുമല്ല, അത്ര ആത്മവിശ്വാസത്തോടു കൂടി പ്രതിപക്ഷ നേതാവ് അത് പറയണമെങ്കിൽ അത്ര കൃത്യമായിട്ടുള്ള അടിസ്ഥാന തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ പാലക്കാട് മണ്ഡലത്തിൽ ചെയ്തു എന്നതിനൊരു ആത്മവിശ്വാസം തീർച്ചയായിട്ടും കോൺഗ്രസ് നേതാക്കൾക്കുണ്ടാവും. അത് ഈ സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും ഭരണവിരുദ്ധ വികാരം കൂടി തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്ന് പറയുന്നത് റിജിൽ മാക്കുറ്റിയാണ്. മറുപടി. ഡോക്ടർ അരുൺ, ഇതിൽ പ്രധാനം ഒന്ന് ഞാൻ പറഞ്ഞല്ലോ, 1 ഡസനിലധികം 12ഓളം പ്രധാന നേതാക്കന്മാരാണ്. അതിൽ ഇവർ ഇയാമ്പാറ്റകൾ എന്ന് വിശേഷിപ്പിക്കുമ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്നയാളും, അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡൻ്റായി, ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുക, കോൺഗ്രസിൻ്റെ മണ്ഡലം സെക്രട്ടറിയായി പ്രവർത്തിക്കുക, ദളിത് കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിക്കുക, മഹിളാ കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിക്കുക, DCCയുടെ ജനറൽ സെക്രട്ടറിമാരായി പ്രവർത്തിക്കുക, വാർഡ് മെമ്പറായി പ്രവർത്തിക്കുക, മുനിസിപ്പൽ കൗൺസിലറായി പ്രവർത്തിക്കുക. അപ്പോൾ ഇയാമ്പാറ്റകൾക്ക് കൊടുക്കുന്ന സ്ഥാനമാനങ്ങളാണ് കോൺഗ്രസിലെ ഈ സ്ഥാനമാനങ്ങൾ
എന്നൊക്കെയാണോ പറയുന്നത്? അപ്പോൾ ഈ സ്ഥാനങ്ങളൊന്നുമില്ലാത്ത സാധാരണ കോൺഗ്രസ് പ്രവർത്തകരെ റിജിൽ മാക്കുറ്റി എന്തായിരിക്കും വിശേഷിപ്പിക്കുക? അതിനപ്പുറത്തേക്കുള്ള പുഴുക്കളാണ് കേരളത്തിലെ കോൺഗ്രസ് എന്നാണോ? ചിറകുകൾ പോയാൽ പിന്നെ ഈയാമ്പാറ്റകൾ പുഴുക്കളായി മാറും. പുഴുക്കളെ പോലെയാണോ ഈ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരെയും മറ്റുള്ളവരെയും ഈ നേതാക്കന്മാരെ മാറ്റി നിർത്തിയാൽ ഇവർ വിശേഷിപ്പിക്കുക? അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഏതായാലും അതറിയാം, ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഒരു പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാൾ പോലും പ്രവർത്തന രംഗത്തില്ലെങ്കിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, പ്രയാസങ്ങൾ നമുക്കറിയാം. അവിടെയാണ് ഒരു മണ്ഡലത്തിനകത്ത് ഇത്രയും പേർ പ്രധാനികൾ വിട്ടുപോകുന്നത്. അതിനെ അവർക്ക് അങ്ങനെ വിശേഷിപ്പിക്കാൻ വേണ്ടി പറ്റൂ, അത് അവർ വിശേഷിപ്പിക്കട്ടെ. അത് അവരുടെ ഗതികേട് എന്നല്ലാതെ അതിൽ വേറെ ഒന്നും പറയാനില്ല. പക്ഷേ ഇതൊരു ട്രെൻഡാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതാണ് അവസാന നിമിഷം വരെ മുനിസിപ്പൽ കൗൺസിലർ വരെ ശ്രീ ബാസി ഉൾപ്പെടെ അവസാനം വരുന്ന സാഹചര്യത്തിലേക്ക് മാറിയത്. പിന്നെ അദ്ദേഹം വിശേഷിപ്പിക്കുന്ന തൃക്കാക്കരയും പുതുപ്പള്ളിയൊക്കെ വിലയിരുത്തിക്കൊണ്ടാണ് റിജിൽ മാക്കുറ്റിയുടെ വിശേഷണം. അവിടെയൊക്കെ സഹതാപ തരംഗം ഉണ്ടായിരുന്നു. ഇവിടെ സഹതാപ തരംഗമല്ല, ഇവിടെ ഒരു ആശ്രിത തരംഗം അടിക്കുമോ എന്നാണ് നോക്കിയത്. ആ ആശ്രിത തരംഗം, പിൻഗാമി തരംഗം ഇപ്പോൾ തിരിച്ചടിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ അവിടെ വിഭാഗീയതയുടെ തരംഗമാണ് കോൺഗ്രസിനകത്ത് അടിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ തെരഞ്ഞെടുപ്പ് ഒന്ന് ഈ പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഒരുമിച്ച് നിൽക്കുന്നു. കെ മുരളീധരൻ സന്ദീപ് വാര്യരുമായി ഒരുമിച്ച് വേദി പങ്കിട്ടു. അതിൽ നിങ്ങൾ ഉയർത്തുന്ന വിഭാഗീയതയുടെ വ്യാജ വാർത്താ പ്രചരണമല്ലാതെ മറ്റൊന്നും കോൺഗ്രസിലില്ല എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. മാത്രമല്ല, ചേലക്കരയിലേക്ക് ഒരു കേഡർ സ്വഭാവത്തിലല്ലേ കോൺഗ്രസ് പ്രവർത്തിച്ചത്? പാലക്കാട്ട് അവസാനത്തെ 3 ദിവസം കോൺഗ്രസ് ഒറ്റക്കെട്ടായി നിന്നല്ലേ ഇരുചെവി പോലും അറിയാതെ സന്ദീപ് വാര്യരെ കോൺഗ്രസ് ക്യാമ്പിലേക്ക് എത്തിച്ചത്? അതൊക്കെ കോൺഗ്രസിന്റെ പാർട്ടിയിലെ ഒരു കേഡർ സ്വഭാവത്തിന്റെ തിരഞ്ഞെടുപ്പ് പ്രവർത്തന രീതിയല്ലേ എസ് കെ സജീഷ്? അതിനെ അങ്ങനെ നമുക്ക് പരിഹസിക്കാൻ കഴിയുമോ? അല്ല ഡോക്ടർ അരുൺ, ശബ്ദത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. താങ്കൾ പറഞ്ഞാൽ ഞാൻ കേട്ടു. ഞാൻ അതിനു കൂടി ചേർത്തങ്ങ് മറുപടി പറയാം. ഒന്ന്, സന്ദീപ് വാര്യരെ കുറിച്ച് പറയേണ്ടതെന്ന് കരുതിയതാണ്. കാരണം കുറേ നാളായി BJPയുമായി പിണങ്ങി നിൽക്കുന്ന ഒരാളാണ്. താങ്കൾക്ക് തന്നെ അറിയാലോ, ചർച്ചകളിന് പോലും ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തെ BJP മാറ്റി നിർത്തിയിരുന്നു. ഒരവസരം വന്നപ്പോൾ അദ്ദേഹം പുറത്തേക്ക് ചാടാൻ വേണ്ടി ശ്രമിച്ചു. അതിന് ഏറ്റവും പറ്റിയ സ്ഥലം കോൺഗ്രസ് ആണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം അദ്ദേഹം RSSനെ ഒന്നും പ്രധാനമായും തള്ളി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് RSS ശാഖയ്ക്ക് കാവൽ നിൽക്കണമെങ്കിൽ ശ്രീ സുധാകരൻ്റെ ഒപ്പം പോകാം. ഇനി മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും കമ്മ്യൂണിസ്റ്റുകാരെയും ഒക്കെ ആട്ടി ഓടിക്കണം നിലപാടുള്ള ഗോൾവാൾക്കറിൻ്റെ ചിത്രത്തിൽ തിരികെത്തിക്കണമെങ്കിൽ ഇനി PD സതീശൻ്റെയും കൂടി പോകാം. കേന്ദ്ര സർക്കാരിൻ്റെ തെറ്റായ നിലപാടിനെ എങ്ങനെയാണോ RSS BJP മൗനം പാലിക്കുന്നത് അതുപോലെ തന്നെ മൗനം പാലിച്ച് നിൽക്കുകയും ചെയ്യാം. അതൊന്നും തർക്കമില്ല. ആ ഒരു കാര്യം വെച്ചിട്ടാണ് ഇത്രയും കാര്യത്തെ വിലയിരുത്തുന്നതെങ്കിൽ ഇത്രയും പ്രധാനികൾ ഇപ്പോഴും ഏറ്റവും ഒടുവിൽ ഒറ്റക്കെട്ടാണ് എന്നൊക്കെ പറയുമ്പോൾ ഏറ്റവും ഒടുവിലാണ് ഇന്നാണ് മുൻ മുനിസിപ്പൽ കൗൺസിലർ ശ്രീ ബാസി CPMുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. പിന്നെ ശ്രീ മുരളീധരൻ്റെ കാര്യം, ശ്രീ മുരളീധരൻ തുടക്കം തൊട്ടേ പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പ് LDFും UDFും തമ്മിലുള്ള മത്സരമാണ്. ശ്രീ രമേശ് ചെന്നിത്തല പറയുന്നു ഈ തെരഞ്ഞെടുപ്പ് LDFും UDFും തമ്മിലുള്ള മത്സരമാണ്. ചാണ്ടി ഉമ്മൻ ഇവിടെ വന്നപ്പോൾ പറയുന്നു LDFും UDFും തമ്മിലുള്ള മത്സരമാണ്. MM ഹസൻ ഉൾപ്പെടെയുള്ള ആളുകൾ എല്ലാവരും അഭിപ്രായപ്പെടുന്നത് അങ്ങനെയാണ്. എന്തുകൊണ്ടാണ് അഭിപ്രായപ്പെടുന്നത്? ഇവിടെ VD സതീശനും കൂട്ടർക്കും ഇതൊരു BJPയെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള മാർഗമാണ്. അതിനെയാണ് കോൺഗ്രസിനകത്ത് ഒരു വിഭാഗം എതിർക്കുന്നത്. അതുകൊണ്ടാണ് ഇന്നലെ ശ്രീ മുരളീധരൻ്റെ പാട്ട് കേരളം മനോഹരമായി കേട്ടത്. ഞാൻ എന്ന ഭാവങ്ങളെക്കുറിച്ചുള്ള പാട്ട്, ഈ കുറച്ച് നാഴിക കൂടിയേ ഇത് അവശേഷിക്കൂ എന്ന പാട്ട് കേരളം കേട്ടത് അതുകൊണ്ടാണ്. പിന്നെ ശ്രീ മുരളീധരന് ഈ സന്ദീപ് വാര്യർ വന്നത് ഉൾക്കൊള്ളാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം വ്യക്തമായി പറഞ്ഞതാണ്. പിന്നെ ചിലത് അദ്ദേഹത്തിന് വരും. പക്ഷേ BJPയുടെയും ശബ്ദം ചുരുങ്ങിയത് 3 ഘട്ടങ്ങളിലെങ്കിലും ഒന്നായി വരുന്നില്ലേ? ഒന്ന്, ഈ സന്ദീപ് വാര്യർ പാർട്ടിയിൽ വലിയ പ്രാധാന്യമൊന്നും ഇല്ലാത്ത ആളായിരുന്നു. പാർട്ടിയിൽ വലിയ പദവികളൊന്നും വഹിക്കാത്ത ആളായിരുന്നു. അയാൾ പോയതിൽ ഒന്നും സംഭവിക്കാനില്ല എന്നുള്ളത് ഒന്ന്. രണ്ടാമത്തത്, പാർട്ടിക്കുള്ളിൽ കോൺഗ്രസ് പോലും സന്ദീപ് വാര്യൻ്റെ വരവിനെ അംഗീകരിച്ചിട്ടില്ല എന്നുള്ളത്. 3, പാണക്കാട് തങ്ങളെ മുഖ്യമന്ത്രി ജമാഅത്തെ അനുയായി എന്ന് വിശേഷിപ്പിച്ചത് വിമർശനത്തിന് അതീതനല്ല. പാണക്കാട് തങ്ങൾ എന്ന നിലപാട് BJPയും CPMും ഒരേ ദിവസം പറയുന്നതും ഇന്ന് കേരളം സാക്ഷ്യം വഹിച്ചു. ഇവിടെ K സുരേന്ദ്രൻ്റെ സ്ക്രിപ്റ്റാണ് യഥാർത്ഥത്തിൽ ഗോവിന്ദ മാഷ് മുഖ്യമന്ത്രിയും പറയുന്നത് എന്നാണ് ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിലും പറഞ്ഞു വെച്ചത്. അപ്പോൾ ചുരുങ്ങിയത് ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെയും BJPയുടെയും ശബ്ദം എവിടെയൊക്കെയോ ഒരുപോലെ ഇരിക്കുന്നുണ്ടോ എസ് കെ സജീഷ്? ചുരുങ്ങിയത് ഈ വിഷയങ്ങളിലെങ്കിലും? ഇല്ല, ഒരിക്കലുമില്ല. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഞാൻ പറഞ്ഞു വന്ന വാചകം, എൻ്റെ ഈ ശബ്ദം കേൾക്കുന്നതിന് ഒരു ചെറിയ പ്രശ്നം കൂടിയുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് എനിക്ക് പൂർത്തീകരിക്കണം. ഞാൻ പറഞ്ഞത്, താങ്കൾ പറഞ്ഞ കാര്യത്തിലേക്ക് ഞാൻ കടക്കും. ഞാൻ പറഞ്ഞു വന്നത്, പണ്ട് എറണാകുളം തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് TV കാണണം എന്ന് ബഹുമാനായ ആദരണീയനായ ശ്രീ K കരുണാകരൻ സെബാസ്റ്റ്യൻ പോളിന് വേണ്ടി ഇടതുപക്ഷത്തിന് വേണ്ടി നൽകിയ സന്ദേശം പോലെയാണ്
കെ മുരളീധരൻ്റെ പാട്ട് സംരക്ഷണവും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വർത്തമാനങ്ങളും എല്ലാം എന്നറിയാം. അതുകൊണ്ട് അക്കാര്യമൊക്കെ അങ്ങനെ തന്നെയാണ്. പിന്നെ താങ്കൾ ചോദിച്ച ചോദ്യവുമായി ബന്ധപ്പെട്ട് വരാം. ഞങ്ങൾ RSSനെതിരായി നേരത്തെ റിജിൽ പറഞ്ഞ കാര്യവുമായി ബന്ധപ്പെട്ട് ഞാനത് പറയാനാണ് തുടങ്ങിയത്. RSSനും BJPക്കും എതിരായി ശക്തമായ നിലപാട് രാജ്യത്തുടനീളം ഞങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. അവർ എന്ത് പറയുന്നു എന്നുള്ളതല്ല, ഞങ്ങൾക്ക് കൃത്യമായ നിലപാടുണ്ട്. ഇവിടെ SDPയുമായി പരസ്യമായി ചേർന്ന് നിന്ന് വോട്ട് വേണ്ട എന്ന് പറയാൻ തയ്യാറാകുന്നില്ലല്ലോ ഇവർ. SDPയും ജമാഅത്തെ ഇസ്ലാമിയെയും ഉൾപ്പെടെ മതരാഷ്ട്രവാദത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് അവരെ കൊണ്ട് പള്ളിയിലും മറ്റും നോട്ടീസ് വിതരണം ചെയ്യിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് UDF. ഇത് കാഴ്ചയാണ്, അതിനെ വിമർശിക്കേണ്ടി വരും. അപ്പുറത്ത് ആരെന്ത് പറയുന്നു അല്ല, ഞങ്ങൾ മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറയുന്നു. ഇവിടെ BJPയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ ശ്രീ ഡോക്ടർ അരുൺ അറിയാമല്ലോ, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് KC വേണുഗോപാൽ രാജസ്ഥാനിൽ ഒഴിഞ്ഞുകൊടുത്ത സീറ്റിൽ മത്സരിച്ച് ഇപ്പോൾ രാജ്യസഭയിലേക്ക് എത്തി. BJPയുടെ നേതാവ് രവനീത് സിംഗ് വിട്ടു ഇപ്പോൾ കേന്ദ്രമന്ത്രിയാണ്. ഇവിടെ കോൺഗ്രസ്സുകാർ കേരളത്തിൽ മത്സരിക്കാൻ വേണ്ടി കൊണ്ടുവന്ന KC വേണുഗോപാൽ ഒഴിഞ്ഞുകൊടുത്ത രാജ്യസഭാ സീറ്റിൽ ഒരു കേന്ദ്രമന്ത്രി ഉണ്ടായിട്ടുണ്ട്. MP അല്ല, മന്ത്രി ഉണ്ടായി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളെ പറ്റിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. രാജ്യത്തുടനീളം BJPക്കെതിരായി BJP മതന്യൂനപക്ഷങ്ങളെ വേട്ടയാടുമ്പോൾ ബുൾഡോസ് രാജിൻ്റെ മുന്നിൽ പോയി നിൽക്കാൻ ബൃന്ദാക്കാരായിട്ടുണ്ട്. ബിൽക്കിൻസ് ബാനു കേസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അവരെ ജയിലറിക്കുള്ളിൽ അടക്കാൻ BJP പുറത്തുവിട്ടിയ ആളുകളെ ജയിലറിക്കുള്ളിൽ അടക്കാൻ CPMൻ്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ സുഭാഷ് നിയലിയുണ്ട്. പണം കൊണ്ടാണ് BJP തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതിനെ നേരിടാൻ വേണ്ടി ഇലക്ഷൻ ബോണ്ടിനെതിരായി കേസ് പോകാനും നിലപാട് സ്വീകരിക്കാനും സീതാറാം യെച്ചൂരി ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. ഇത്തരം നിലപാടുകൾ രാജ്യത്തുടനീളം പരിശോധിച്ചാൽ അത് കാണാൻ വേണ്ടി കഴിയും. ഇത്തരം നിലപാടുകൾ കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് കാണാൻ വേണ്ടി പറ്റില്ല. ഒളിഞ്ഞും തെളിഞ്ഞും അവരെ ജയിപ്പിച്ചു കൊടുക്കുന്ന പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് ഇവിടെയും അതല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനെ വിമർശിക്കേണ്ടി വരും. വിമർശിക്കുന്ന കാര്യത്തിൽ തർക്കവുമില്ല. പിന്നെ ഇവിടെ മറ്റൊന്ന്, ശ്രീ സതീശൻ അദ്ദേഹം എങ്ങനെയാണ് കോൺഗ്രസിനെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഇപ്പോൾ നല്ല ആളുകൾക്ക് ബോധ്യമുള്ള ശ്രീ വാഴക്കനോട് പറഞ്ഞില്ലേ സുധാകരൻ, നിങ്ങൾക്ക് സതീശനെതിരെ സംസാരിക്കാൻ ഭയമാണെങ്കിൽ മാറിയിരുന്നോളൂ എന്ന് പറയുന്നത് നമ്മൾ കേട്ടതല്ലേ? എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഈ തരത്തിൽ അവർ ഈ പത്രസമ്മേളനത്തിൻ്റെ ഇടയിൽ പോലും അവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം നാട് കണ്ടതല്ലേ? അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർ ഈ തെരഞ്ഞെടുപ്പിൽ പരാജയം ഉറപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവർ BJPയെ പ്രോത്സാഹിപ്പിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ മതനിരപേക്ഷമായ കേരളവും മതനിരപേക്ഷമായ പാലക്കാടും ഇടതുപക്ഷത്തെ അഥവാ പാണക്കാട് തങ്ങളെ 1234 പള്ളികളുടെ ഖാസിയായ പാണക്കാട് തങ്ങളെ ജമാഅത്തയുടെ അനുയായി എന്ന അവസാന നിമിഷം മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചത് യഥാർത്ഥത്തിൽ ലീഗ് പക്ഷത്ത് നിന്ന് അല്ലെങ്കിൽ ലീഗ് അനുകൂല വോട്ടർമാരിൽ ചിലർ സരിന് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ വോട്ട് പോലും തിരിച്ച് UDFിലേക്ക് കൊണ്ടുവരാൻ പര്യാപ്തമായിരിക്കില്ലേ? ആ ഒരു പരാമർശം ഈ തെരഞ്ഞെടുപ്പിൻ്റെ വേളയിൽ മുഖ്യമന്ത്രി നടത്തിയത് ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമോ? അതിൽ നിന്ന് ലീഗ് മറുപടി നൽകിയിട്ടുണ്ട്. പാണക്കാട് തങ്ങളുടെ മുകളിലൊന്നും മെക്കിട്ട് കയറാൻ വന്നാൽ ആരെയും അനുവദിക്കില്ല എന്നാണ് ഷാജി പറഞ്ഞത്. അതുതന്നെയാണ് ഇന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. PK കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രിക്കെതിരെ നിലപാടെടുക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവുന്നത് അനവസരത്തിലായിരുന്നോ മുഖ്യമന്ത്രിയുടെ പരാമർശം? SK സുജീഷ്. ഒരു അനവസരവുമില്ല. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് എടുക്കുന്ന രാഷ്ട്രീയ നിലപാട് വിമർശിക്കപ്പെടും, വിമർശന വിധേയമാകണം. താങ്കൾ ഉൾപ്പെടെ പള്ളിയുടെ കാസി എന്നൊക്കെ പറയുന്ന രീതി പോലും ശരിയല്ല. അങ്ങനെയല്ലല്ലോ പ്രയോഗിക്കേണ്ടത്. പല ചുമതലയും വഹിക്കുന്നുണ്ടാകും. ആ ചുമതല വഹിക്കുന്നു എന്നുള്ളതല്ലല്ലോ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റ്. അത് CPMൻ്റെതായാലും കോൺഗ്രസിൻ്റെതല്ലല്ലോ മറ്റേത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെതായാലും വിമർശിക്കപ്പെടും. അവർ ഏതെങ്കിലും ആരാധനാലയത്തിൻ്റെ ഭാരവാഹിത്വം വഹിക്കുന്നുണ്ടോ എന്നുള്ളതല്ലല്ലോ പൊതുസമൂഹത്തിൻ്റെ മുന്നിലുള്ള പ്രശ്നം. അവർ ജമാഅത്തെ ഇസ്ലാമിക്ക് അനുകൂലമായി നിലപാട് സ്വീകരിക്കുമ്പോൾ SDPയുടെ വോട്ട് കൂടെ ചേർത്ത് നിന്ന് മതരാഷ്ട്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാട് സ്വീകരിക്കുമ്പോൾ വിമർശിക്കപ്പെടേണ്ടതുണ്ട്. ആ വിമർശനം കൃത്യമായി ആ പക്ഷത്ത് നിൽക്കുന്ന ആളുകൾക്കുൾപ്പെടെ ഉണ്ട്. അത് സൂക്ഷ്മമായി പരിശോധിച്ചാൽ അറിയാം എവിടെയാണ് ഇതിനെയൊക്കെ കൊണ്ടുപോയി മതരാഷ്ട്രവാദത്തിൻ്റെ കൂടെ കൊണ്ടുപോയി കെട്ടിക്കൊടുക്കുന്നതിനെതിരായിട്ടുള്ള ശക്തമായ വികാരം ലീഗിനകത്തുൾപ്പെടെ ഉണ്ട് എന്നുള്ളത് സൂക്ഷ്മമായി പരിശോധിച്ചാൽ അറിയാം. അതെല്ലാം സമൂഹത്തിൻ്റെ മുന്നിലുള്ളതാണ്. പിന്നെ ഒറ്റ കാര്യം കൂടി പറയാം. അതായത് BJP പ്രതിനിധി കുറേ കാര്യങ്ങൾ ഇവിടെ അതിൻ്റെ ഇടയിൽ പറഞ്ഞു വെച്ച് പോയിട്ടുണ്ട്. ചില കാര്യങ്ങൾ പറയണം. അദ്ദേഹത്തിൻ്റെ കർഷകരോടുള്ള സ്നേഹവും കണ്ണീരുമൊക്കെ കണ്ടാൽ നമ്മൾ തന്നെ കരഞ്ഞു പോകും. 700-ലധികം പേർ ഈ രാജ്യത്ത് കർഷകർ സമരം ചെയ്ത് രക്തസാക്ഷിയായിട്ടുണ്ട്. ഇവരുടെ കർഷക നയത്തിൻ്റെ ഭാഗമായിട്ടാണ് 28,000 കോടി രൂപയാണ് കഴിഞ്ഞ ബജറ്റിൽ കർഷകർക്കുള്ള സബ്സിഡി വെട്ടിക്കുറച്ചത്, കോർപ്പറേറ്റുകൾക്ക് കൂട്ടിക്കൊടുക്കുകയും ചെയ്തത്. ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. ഇത് കാണുമ്പോൾ
കേരളത്തിനുൾപ്പെടെ ഏതാണ്ട് 1600 കോടി രൂപയോളം കാർഷിക രംഗത്ത് തരാനുള്ള പണം കേന്ദ്രം പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ മുന്നിൽ നിൽക്കുമ്പോൾ കർഷകരെയും സാധാരണ ജനങ്ങളെയും എല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് മാതൃകാപരമായി തന്നെയാണ് കേരളത്തിലെ ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത്. പിന്നെ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ലൈവത്തോൺ ഉൾപ്പെടെ കാണിക്കുമ്പോൾ കുറേ വർഷങ്ങളായിട്ടുള്ള വികസന മുരടിപ്പ് അവിടെ ദൃശ്യമാണ്. മുനിസിപ്പാലിറ്റിയുടെയും അതുപോലെ തന്നെ MLAയുടെയും നേതൃത്വത്തിൽ നടക്കേണ്ട വികസന പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നില്ല. അതുകൊണ്ട് ഒരു വികസന കാഴ്ചപ്പാടുമായിട്ടാണ് സരിൻ ഈ രംഗത്തേക്ക് വരുന്നത്. ഓരോ വിഷയത്തെയും കൃത്യമായി അഡ്രസ്സ് ചെയ്യുന്നു, അതിന് മറുപടി ഉണ്ടാകുന്നു. ആ നിലയിൽ ഓരോന്നിനെ കുറിച്ചും ചിട്ടയായി അദ്ദേഹം വിവരിക്കുന്നു. അതുകൊണ്ട് അവസാനിപ്പിച്ചോട്ടെ. അല്ല, ഒറ്റ വാചകത്തിൽ ഞാനൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഞാൻ പറഞ്ഞു വന്ന കാര്യം, അതായത് ഞാൻ സൂചിപ്പിച്ചു വന്ന കാര്യം, ഒന്ന്, ഇവിടെ BJP പോലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മെട്രോമാൻ ശ്രീധരൻ്റെ ഒരു വികസന കാഴ്ചപ്പാട്, ചില പ്രതീക്ഷ ഉൾപ്പെടെ ചില വോട്ടുകൾ അങ്ങോട്ട് പോയിട്ടുണ്ട്. അത്തരം വോട്ടുകളെല്ലാം മതനിരപേക്ഷമായി തിരിച്ച് വികസന കാഴ്ചപ്പാടുമായി സരിനിലേക്ക് വരുന്ന സാഹചര്യമാണ് പാലക്കാട് രൂപപ്പെടുവരുന്നത്. അതുപോലെ തന്നെ മതനിരപേക്ഷത വിജയിക്കുമെന്ന് കരുതി തെറ്റിദ്ധരിച്ച് ഷാഫിക്കും അതുപോലെ തന്നെ UDFനുമെല്ലാം അനുകൂലമായി പോയ വോട്ടും ഇടതുപക്ഷത്തേക്ക് തിരിച്ചു വരുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. ഇതെല്ലാമാണ് പാലക്കാട് 3 തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വയനാടും ചേലക്കരയും പാലക്കാടും നടക്കുമ്പോൾ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്ന വയനാടിനേക്കാൾ പ്രാധാന്യം പാലക്കാടുണ്ടായത് ഉദിച്ചുയർന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥിത്വവും സരിന്റെ മുന്നേറ്റവും ആശയങ്ങളും പാലക്കാട്ടെ ഇടതുപക്ഷ മനസ്സുള്ളവർ ഇത്തവണ ബാലറ്റ് പേപ്പറിൽ നോക്കിയാൽ ആരാണ് പറഞ്ഞത്? ഡോക്ടർ അരുൺ, താങ്കളെ പോലെയുള്ള ഒരാൾ ഉന്നയിക്കേണ്ട ഒരു കാര്യമേ അല്ല. കാരണം EMS മന്ത്രിസഭ, ആദ്യത്തെ മന്ത്രിസഭയിൽ പോലും EMSന്റെ ചുറ്റുമുണ്ടായിരുന്ന സ്വതന്ത്രന്മാരാണ്. ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാവാൻ പറ്റാത്തത് കൊണ്ട് മറുകണ്ഠം ചാടി വന്നയാളെയാണോ നിങ്ങൾ കൃഷ്ണയ്യരെ പാർട്ടിയിലെടുത്തത്, സ്ഥാനാർത്ഥിയാക്കിയത്? മേനോനെ നിങ്ങൾ ആരോഗ്യവകുപ്പ് മന്ത്രിയാക്കിയത് മറ്റേതെങ്കിലും പാർട്ടിയിൽ നിന്ന് സീറ്റ് കിട്ടാത്തതിന് സുപ്രഭാതത്തിൽ നിങ്ങളുടെ പാർട്ടിയിലേക്ക് വന്നതിനാണോ? ഒറ്റ സംശയം തിരിച്ച് ഞാൻ ചോദിക്കട്ടെ. ഒറ്റ സംശയം. അതായത് കേരളത്തിന്റെ ചരിത്രത്തിൽ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് അട്ടിമറിക്കാൻ വേണ്ടി നടന്ന ഏറ്റവും പിന്തിരിപ്പനായ സമരം, വിമോചന സമരം, അമേരിക്കൻ CIAയുടെ ഉൾപ്പെടെ പിന്തുണയോടുകൂടി അതിന് നേതൃത്വം കൊടുത്ത ഡോക്ടർ B. വില്ലിംഗ്ടൺ 1957 കഴിഞ്ഞ് 59 പിരിച്ചുവിട്ട് 67 EMS ഗവൺമെന്റ് ആകുമ്പോൾ ആ B. വില്ലിംഗ്ടൺ പിന്നെ എന്താണ് EMS ഗവൺമെന്റിലെ രാഷ്ട്രീയമായി വിമർശനം ഉന്നയിച്ചിരുന്ന ഒരാളാണ് നമ്മുടെ ഈ P. സരിൻ. ആ P. സരിനാണ് നിങ്ങളുടെ സ്ഥാനാർത്ഥി. എൻ്റെ ഒരു കൺസേൺ, എൻ്റെ ഒരു വിമർശനം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് പാലക്കാട് മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് തന്നതുകൊണ്ട് നിങ്ങൾക്ക് ഇത്തവണ ഇത് ചർച്ച ചെയ്യാൻ സാധിച്ചു, ത്രികോണ മത്സരം നടത്തി. അതിന് നിങ്ങൾക്ക് കോൺഗ്രസ് പാർട്ടിയോട് നന്ദി ഉണ്ടാവണം എന്നാണ് കോൺഗ്രസിലെ നേതാക്കൾ പറയുന്നത്. കരുത്തുള്ള, ഇടപെടാൻ ശേഷിയുള്ള, ആ മണ്ഡലത്തിന്റെ മർമ്മം അറിയാവുന്ന ഒരാൾ ഡോക്ടർ സരിനായതുകൊണ്ട് പാലക്കാടിന്റെ തുടർ ഭാഗധേയം നിർണ്ണയിക്കാൻ അദ്ദേഹത്തിന് കഴിയുമെന്നുള്ളത് ഗവൺമെന്റ് വികസന പ്രവർത്തനത്തോടൊപ്പം ചേർന്ന് നിൽക്കാൻ സരിന് കഴിയുമെന്നുള്ളത് കൊണ്ട് സരിനെ സ്ഥാനാർത്ഥിയാക്കി. അത് ശരിയായിരുന്നു എന്ന് പാലക്കാട് പ്രതിനിധി CPM പ്രതിനിധി SK സജീഷ് എന്നിവരാണ് ഇപ്പോൾ ചർച്ചയിൽ തുടരുന്നത്. റിജിൽ മാക്കുറ്റി, ഈ സന്ദീപ് വാര്യർക്ക് കൈകൊടുക്കുകയും സരിന് കൈകൊടുക്കാതിരിക്കുകയും ചെയ്തതടക്കം പാലക്കാട് മണ്ഡലത്തിൽ രാഷ്ട്രീയമായൊരു വിഷയമായി ഉയർത്തിക്കൊണ്ടുവരാൻ CPM ശ്രമിച്ചിരുന്നു. ഇപ്പോഴിതാ BJPയുടെ ഒരു ആരോപണം വരുന്നു. നിങ്ങൾ മുസ്ലിം ലീഗിൻ്റെ തടവറയ്ക്കുള്ളിലാണ്. വീണ്ടും ഒരിക്കൽ കൂടി ഒരു പ്രാദേശിക നേതാവ് വന്നാൽ പോലും പാണക്കാട് പോയി അംഗീകാരം, അനുമതിയും വാങ്ങേണ്ടി വരുന്നൊരവസ്ഥയിലാണ് ഇപ്പോൾ കോൺഗ്രസ് എന്ന് പറഞ്ഞത് BJP സംസ്ഥാന അധ്യക്ഷനാണ്. എന്തൊക്കെ പറഞ്ഞാലും ഈ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്ഥാനാർത്ഥിത്വത്തോട് വിയോജിച്ച് നിൽക്കുന്നൊരു കോൺഗ്രസ് നേതൃത്വം പാലക്കാടുണ്ട്. ഏറ്റവും ഒടുവിൽ സന്ദീപ് വാര്യരെ കൊണ്ടുവന്നതിന് പോലും സംശയം പ്രകടിപ്പിക്കുന്ന നേതാക്കൾ K. മുരളീധരനെങ്കിലും നിലവിൽ പാർട്ടിയിലുണ്ട്. ഇന്നവർ ഒരുമിച്ച് ഒരു ചടങ്ങിൽ പങ്കെടുത്തു. പക്ഷേ അപ്പോഴും ഈ പകൽവാഴും പെരുമാളിൻ രാജ്യഭാരം 15 നാഴിക മാത്രം എന്ന് K. മുരളീധരൻ കുറിച്ചത് ഈ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലുള്ള ആയുസ്സിനെ കുറിച്ചാണോ എന്ന തരത്തിലുള്ള ചർച്ചകളും സജീവമാണ്. അതുകൊണ്ട് തന്നെ ഈ തിരഞ്ഞെടുപ്പിൽ
വികസനത്തിൻ്റെ പേരിൽ വോട്ട് ചോദിക്കുന്നതിനും അപ്പുറം ചില തന്ത്രങ്ങൾ ആവിഷ്കരിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ ഷാഫിയുടെ ഇമേജിൽ മറികടക്കാനുള്ള കോൺഗ്രസിൻ്റെ നീക്കം സരിൻ മറുഭാഗത്ത് വന്നതോടുകൂടി കൃഷ്ണകുമാർ മറുഭാഗത്ത് ശക്തനായതോടുകൂടി അതിന് മോഹഭംഗമായി മാറുന്നുണ്ടോ, അതിന് മങ്ങലേൽക്കുന്നുണ്ടോ? റിജിൽ മാക്കുറ്റി. ശരി ഡോക്ടർ അരുൺ, ഏതായാലും ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി ഒരുപാട് സമയം സംസാരിച്ചിട്ടുണ്ട്, മറുപടി അതിനൊക്കെ പറയേണ്ടതായിട്ടുണ്ട്. താങ്കൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം, ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ലെന്ന്. ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിനകത്ത് വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്. ഇപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ സന്ദീപ് വാര്യർ വന്നതോ അല്ലെങ്കിൽ മറ്റൊരാളുകൾ വരുന്നതോ പാർട്ടിക്കകത്ത് അവരുടെ ആശയധാരയിൽ നിന്ന്, പ്രത്യേകിച്ച് ചാണകക്കുണ്ടിൽ നിന്ന് വിഷം അല്ലെങ്കിൽ വെറുപ്പ് വമ്പിക്കുന്ന ഒരു ഫാക്ടറിയിൽ നിന്ന് അയാൾ പുറത്തു ചാടി എന്നുള്ളതാണ്. ഇപ്പോൾ ആ പുറത്തു ചാടുന്ന ഘട്ടത്തിൽ അയാൾ ഒരു രാഷ്ട്രീയ നിലപാടുകൾ ഒന്നും പറയാത്ത ഘട്ടത്തിൽ പോലും ഇവിടുത്തെ CPM-ന്റെ MV ഗോവിന്ദൻ മാസ്റ്ററും AK ബാലൻ പറഞ്ഞ ക്രിസ്റ്റൽ ക്ലിയർ ആയ കോംറേഡ് എന്നാണ്. MB രാജേഷും ഇതേ ഞാൻ പറഞ്ഞതേ വാക്കാ പറഞ്ഞത്. അങ്ങനെ വരുമ്പോൾ അവരെ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കും എന്നാണ് പറഞ്ഞത്. പക്ഷേ കോൺഗ്രസ്സിലെത്തിയപ്പോഴാണ് ഇവർക്ക് ഈ പ്രശ്നമുള്ളത്. ഇപ്പം നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, എന്താണെന്നറിയോ, ഈ നിങ്ങളിട്ടാൽ ബർമുട, ഞങ്ങളിട്ട കളസം. അതാണ് സന്ദീപ് വാര്യർ CPM-ന്റെ ഒപ്പം പോയാൽ അത് വലിയ കാര്യം, അത് കോൺഗ്രസിൻ്റെ ഒപ്പം വന്നാൽ മറ്റൊരു കാര്യം. അതല്ലേ അവരുടെ നിലപാട്. ആ നിലപാട് സന്ദീപ് വാര്യർ രാഷ്ട്രീയ വിയോജിപ്പ് BJP-യിൽ നിന്ന് എടുത്തപ്പോൾ ആ രൂപത്തിൽ അവരാരും പാർട്ടി സെക്രട്ടറി തയ്യാറായിട്ടില്ലല്ലോ. അത് ഇന്ന് പോലും ഞാൻ രാഹുൽ ഗാന്ധിയുടെ പിറകിലാണ് അവർ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് RSS ബന്ധമാണ് അയാൾക്കുള്ളത് എന്നുള്ളത് ഇവർ മറുപടി പറയേണ്ടതുണ്ട്. അപ്പോൾ അയാൾ BJP-യിൽ തന്നെ നിൽക്കുമ്പോൾ ക്രിസ്റ്റൽ ക്ലിയർ ആണെന്ന് പറഞ്ഞു. ഇയാൾ അത് രാഷ്ട്രീയ ബന്ധം ഉപേക്ഷിച്ച് ഞങ്ങളുടെ മെമ്പറാകാൻ വന്നപ്പോൾ പിന്നെ എന്ത് RSS ബന്ധമാണ് ഇവർ പറയുന്നത്? CPM-ന്റെ ലക്ഷ്യമാണ്. അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താണെന്നറിയോ, ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ ഇപ്പോൾ പിണറായി വിജയൻ ആയാലും BJP ആയാലും ഇപ്പോൾ മാരാർജി ഭവനിൽ AKG ഭവനിൽ ഒറ്റ സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ സ്റ്റേറ്റ്മെന്റ് AKG ഭവനിൽ നിന്ന് തീരുമാനിച്ച സ്റ്റേറ്റ്മെന്റ് മാരാർജി ഭവനിൽ ഉണ്ടാക്കിയ സ്റ്റേറ്റ്മെന്റ് AKG സെന്ററിൽ കൊടുക്കുകയാണ്. മുഖ്യമന്ത്രി സുരേന്ദ്രൻ ഒരേ വാക്കാണ് പറയുന്നത്. ഇത് പാണക്കാട് തങ്ങളെ കുറിച്ച് പറയുമ്പോൾ എന്താ പാണക്കാട് തങ്ങളെ വിമർശിച്ചാൽ മുഖ്യമന്ത്രി കുറ്റം സുരേന്ദ്രൻ ചോദിക്കുന്നത്? ഈ പാണക്കാട് തങ്ങളെ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരെ എന്താണ് ഇടതുപക്ഷം പറഞ്ഞത്, മുസ്ലിം ലീഗ് പറഞ്ഞത് എന്താണ്? പിന്നൊരു കാര്യം, ഇവർ BJP ബന്ധം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഞാൻ ചോദിക്കും, ഈ തെരഞ്ഞെടുപ്പിനകത്ത് RSS-ഉം BJP കൂട്ടുകെട്ടിയതാരാന്നറിയോ? ഈ പാലക്കാടിന്റെ മന്ത്രി MB രാജേഷാണ്. തൃത്താലയിൽ ജയിക്കാൻ BJP കൂട്ടുകൂടി. ആ രാജേഷിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. അനുരാഗ് ഠാക്കൂർ എന്ന് പറയുന്ന മതവർഗീയനായ ഏറ്റവും നികൃഷ്ടനായ ഒരു BJP നേതാവ്, പൗരത്വ സമരത്ത് മുസ്ലിങ്ങളെ ഏറ്റവും കൂടുതൽ ആക്രമിച്ച ഒരു BJP നേതാവിന്റെ ആത്മസുഹൃത്താണെന്ന് പറഞ്ഞ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടവനാണ് ഈ MB രാജേഷ് കേട്ടോ. അയാൾ എന്നിട്ട് ഫേസ്ബുക്ക് പോസ്റ്റ് മുക്കിയിട്ടുണ്ട്. അപ്പൊ ഇവർ തമ്മിലുള്ള ബന്ധതാണ്. പിന്നെ ഞങ്ങളോട് ചോദിക്കുന്നു, ഡോക്ടർ അരുണേ, ഇവിടെ BJP-യുടെ ഘടകകക്ഷി ആരാ? ദേവഗൌഡയല്ലേ? ദേവഗൌഡ NDA-യുടെ ഘടകകക്ഷി അവിടെ നിൽക്കല്ലേ? ആ ഘടകകക്ഷിയല്ലേ കേരളത്തിൽ ദേവഗൌഡയെ നേതാവാക്കി അംഗീകരിക്കുന്ന പാർട്ടിയല്ലേ കൃഷ്ണൻകുട്ടി പാലക്കാട്? അയാളല്ലേ ഇവിടുത്തെ മന്ത്രി? ഇവരുടെ കൂടെയല്ലേ നിൽക്കുന്നത്? നിഷേധിക്കാൻ ഇവർക്ക് പറ്റുമോ? ഇവർ തമ്മിലല്ലേ BJP ബന്ധം? ഇവരിപ്പോൾ കൊണ്ടുവന്ന സരിനെ വയ്യാവേലി എന്ന് പറഞ്ഞ് ആക്ഷേപിച്ച് അത് ന്യായീകരിക്കാൻ കൊണ്ടുവന്ന ജയരാജൻ ഉണ്ടല്ലോ, EP ജയരാജൻ, അയാൾക്കും അയാളുടെ ഭാര്യക്കും രാജീവ് ചന്ദ്രശേഖരന്റെ ഭാര്യയ്ക്കും ഇപ്പോൾ ഒന്നിച്ച് ബിസിനസ് ബന്ധം ഉണ്ടല്ലോ കണ്ണൂരിൽ. ഇവരുടെ നേതാക്കന്മാർ BJP-കുമാരുമായി ബിസിനസ് ബന്ധം നടത്തുന്നുണ്ടല്ലോ. അതുമാത്രമല്ല, ഈ ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന CPI MLA ആക്രമിച്ച കേസിലെ പ്രതികളായ RSS-കാരെ ഒഴിവാക്കി കൊടുത്തു എന്ന് പറഞ്ഞ് രോദനം നടത്തിയതാരാ? കേരള നിയമസഭയിൽ ഈ ചന്ദ്രശേഖരൻ എന്ന് പറയുന്നത് CPI MLA അല്ലേ? പൂരം കലക്കി കൊടുത്ത് എന്ന് പറയുന്നത് ഞങ്ങൾ പറയുന്നതിനേക്കാൾ ഉച്ചത്തിൽ CPI-യുടെ സ്ഥാനാർത്ഥി സുനിൽകുമാർ പറയുന്നില്ലേ? RSS-ന്റെ ആലയത്തിലേക്ക് ADGP-മാരെ അയച്ചുകൊണ്ട് ചർച്ച നടത്താനുള്ള അവസരം കൊടുത്തത് മുമ്പോട്ട് പോയതാരാ? ഇവിടുത്തെ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഭരിക്കുമ്പോഴല്ലേ? അപ്പൊ ഇവിടെ RSS-ന് അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നത് പിണറായി വിജയന്റെ ആമാശയ പ്രശ്നമാണ്. എന്താ പ്രശ്നം? ആമാശയ അഴിമതി നടത്തി, മകളും കുടുംബവും മുഴുവൻ അഴിമതി നടത്തി ജയിലിലേക്ക് പോകാതിരിക്കാൻ നരേന്ദ്രമോദിയെ സൂചിപ്പിക്കാനുള്ള തീരുമാനമല്ലേ ഇവരെടുത്തത്? പിന്നെ നിങ്ങൾ ചോദിക്കും, കൃഷ്ണകുമാർ കരുത്ത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഈ കൃഷ്ണകുമാർ ആയിരുന്നല്ലോ പാലക്കാട് BJP-യുടെ സ്ഥാനാർത്ഥി, NDA സ്ഥാനാർത്ഥി. ഇവിടുത്തെ മുനിസിപ്പൽ ചെയർമാൻ ആയിരുന്നല്ലോ. എന്നിട്ട് എന്തേ പാലക്കാട് 9,000 വോട്ടിന് പിറകിലേക്ക് അയാൾ പോയത്? 2 മാസം മുമ്പ് നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിനകത്ത് 9,000 വോട്ടിന് പിറകിൽ പോയ കൃഷ്ണകുമാറിന് 2 മാസത്തെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ജയിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ പറയാണ്. അങ്ങനെയൊന്നും സാഹചര്യമില്ല ഇവിടെ BJP-ക്കകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അപഭ്രംശത്തിന്റെയും അന്തചിത്രത്തിന്റെയും അഴിമതിപ്പണം, കള്ളപ്പണം വെളുപ്പിച്ചതിന്റെ ബന്ധം
ബന്ധപ്പെട്ട് നടക്കുന്ന ഏറ്റവും വലിയ തർക്കങ്ങൾ ഈ പാലക്കാട് നടക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പോടുകൂടി നിങ്ങൾക്ക് മനസ്സിലാകും എന്താ BJP എന്ന് പറയുന്ന പാർട്ടിയുടെ അവസ്ഥ നിങ്ങൾ മനസ്സിലാകും. അതുകൊണ്ട് ആ BJPക്കെതിരെ ഈ പാലക്കാട് ജനതയുണ്ട്. CPM-നെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള പ്രചാരവേലയുമായി ഈ പറയുന്ന ആ കാര്യങ്ങൾ പറയാണ്. നമ്മുടെ മുമ്പിലൊരു കാര്യമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയപരമായി ഞങ്ങൾ നടത്തുന്ന പോരാട്ടം, ആ പോരാട്ടം തന്നെയാണ് രാഷ്ട്രീയപരമായ ചർച്ചയാണ്. ഞാൻ ചോദിക്കുന്നു, ഇവിടെ ഇടതുപക്ഷക്കാരന് ഈ പറയുന്ന ഞങ്ങൾ പോയ ആളുകളെ കുറിച്ചും അവരുടെ ജാതകത്തെക്കുറിച്ചും അവരുടെ നക്ഷത്രത്തെക്കുറിച്ചും കണക്കെടുക്കുമ്പോൾ ഈ നാട്ടിൽ ഇന്ന് ഉള്ളിയുടെ വില എത്രയാണെന്ന് അറിയോ? 75 രൂപയാണ്. ഈ നാട്ടിലെ ഇന്നത്തെ സപ്ലൈക്കോടെ അവസ്ഥ എന്താ? അടച്ചുപൂട്ടാണ്. മാവേലി സ്റ്റോർ സാധനം ഉണ്ടോ? ഇവിടെ KSRTCയും അതോടെ പെൻഷൻ കിട്ടാതെ എത്ര മാസമായി? നിർമ്മാണ തൊഴിലാളികൾ പെൻഷൻ പിടിച്ചു വിട്ട് എത്ര മാസമായി? പാവപ്പെട്ടവന്റെ വീട്ടിലെ അടുപ്പിൽ അരി വേവാനുള്ള സാഹചര്യമില്ല. ഇവർ ഭരിക്കുമ്പോൾ ഇത് ചർച്ച ചെയ്യപ്പെടണം. ഇത് പാലക്കാട് ഞങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവിടെയാണ് ഇവരുടെ പുതിയ പെട്ടിയുമായും അതോടൊപ്പം തന്നെ ഈ പറയുന്ന ചില ഗിമ്മിക്കുകളുമായി വന്ന് ഇവിടെ മുമ്പോട്ട് പോയാലും എനിക്ക് സൂചിപ്പിക്കാൻ പാലക്കാട് ജനത ഇടതുപക്ഷത്തിന് വോട്ടില്ല. അല്ല, അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നാ പറയാൻ വേണ്ടി പറ്റില്ല. അല്ല, ഒരു കാര്യം, ഒന്ന്, അദ്ദേഹം പറഞ്ഞ എല്ലാ കാര്യങ്ങളും പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ്. ജനതാദളും അതുപോലെ തന്നെ ദേവോടിയായിട്ട് ബന്ധപ്പെട്ടൊന്നും നിലനിൽക്കുന്നത് അവർ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. RSSുമായിട്ടുള്ള CPM-ന്റെ നിലപാട് എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ ഇത് ശരിയായ രീതിയല്ല. പിന്നീട് അവസരം അനുവദിക്കില്ല. സജീഷ് പ്ലീസ്. ഓക്കെ, ഞാൻ പറയട്ടെ. അതായത് രാജ്യവ്യാപകമായി ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വിലക്കയറ്റം രാജ്യം ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലാണെന്ന് എല്ലാവർക്കും അറിയാം. അതിൻ്റെ കെടുതി ഈ കേരളത്തിൽ ഇല്ലാത്തത് കേരള ഗവൺമെൻറ് നടത്തുന്ന ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ്. പണപ്പെരുപ്പം ശക്തമായി കൊണ്ടിരിക്കുകയാണ് രാജ്യത്ത്. രൂപയുടെ മൂല്യം ഉൾപ്പെടെ ഇടിഞ്ഞ് കാഴ്ച നമ്മൾ കാണുകയാണ്. ഇതിനെക്കുറിച്ചൊന്നും കോൺഗ്രസ് മിണ്ടില്ല. ഉത്തരേന്ത്യയിലാണ് ഉള്ളിയുടെ വില വർദ്ധിക്കുന്നത്, അതിനെക്കുറിച്ച് കോൺഗ്രസിന് മിണ്ടാട്ടോ ഇല്ല. ഇവിടെ വന്ന് ന്യായം പറയുകയാണ്. പിന്നെ ഒരു കാര്യം ബ്രിജിലൊന്ന് മനസ്സിലാക്കിയാൽ നല്ലത്, ഈ പെൻഷനും സാമൂഹ്യ സേവന പെൻഷനും എല്ലാം നിങ്ങളുടെ കാലത്ത് മുടങ്ങിക്കിടന്നാണ്. 8 വർഷം മുമ്പെയുള്ള കാര്യം മലയാളികൾക്ക് അറിഞ്ഞുകൂടാ എന്നുള്ള നിലക്ക് പറഞ്ഞു കളയരുത്. അടച്ചുപൂട്ടുന്ന സ്കൂളുകൾ, തകർന്നുപോയ ആശുപത്രികൾ, ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയ കാലം, അതുപോലെ തന്നെ പവർ കട്ടും ലോഡ് ഷെഡിങ്ങുമായി ആളുകൾ മണ്ണെണ്ണ വിളക്കുമായി നടന്ന കാലം, ഇതെല്ലാമായിരുന്നു UDF-ന്റെ കാലം. അതിനെയാണ് നിങ്ങളുടെ അന്നത്തെ KPCC പ്രസിഡന്റ് ആയിരുന്ന VM സുധീരൻ വിശേഷിപ്പിച്ചത് കടുംവട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. VD സതീശന് തന്നെ പറയേണ്ടി വന്നു, ഉമ്മൻചാണ്ടി കാലം തീവട്ടി കൊള്ളയാണ് നടക്കുന്നത്. അതല്ല ഇപ്പോൾ നടക്കുന്നത്. കേരളത്തെ നിങ്ങൾ ഒരു ഗവൺമെന്റ് നന്നാക്കി പുതിയൊരു ഈ രാജ്യത്തെ മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയുന്നുണ്ട്. നിങ്ങൾ ഓരോ ഭരണനിർവഹണത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കടുംവെട്ടും വെട്ടിപ്പാണ് ഈ നാട്ടിൽ നടക്കുന്നത്. 1600 കോടി രൂപയുടെ പിന്നെ കാരുണ്യ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ആശുപത്രി കൊടുക്കാൻ നിങ്ങൾ കൊടുക്കുന്ന ആരോഗ്യ രംഗത്ത് തകർന്നിരിക്കുന്നു. മരുന്നില്ല ആശുപത്രികളിൽ, മരുന്നില്ല. മറുപടി പാലക്കാട് ജനത പറയും, ചേലക്കര ജനത പറയും. 20-ാം തീയതി പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ രാഷ്ട്രീയവും വിവാദവും ഉറുമാറ്റവും കോട്ടയിളക്കവും എല്ലാം ചർച്ചയാവട്ടെ. പാലക്കാട് ജനവിധിക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഈ ചർച്ച ഇവിടെ അവസാനിക്കും. Debate with Dr. Arun Kumar.